യദുവംശത്തിൻ്റെ ചരിത്രമാണ് ഗംഭീരമായിട്ട് കേൾക്കേണ്ടത്. അതൊന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. എന്താ ചോദിച്ചാൽ, ഈ ഒന്നിലും മോഹമില്ലാത്തവരായ മഹർഷീശ്വരന്മാർ പോലും ഭഗവാന്റെ മഹാലീലകൾ കേട്ടിട്ട് മതിയായി എന്ന് തോന്നാത്തവരാണ്. പിന്നെ മാത്രമല്ല, എൻ്റെ പിതാമഹാമേ സമരേ മജം ജയൈഹി ദേവവ്രതാബ്ദ്യാദിരഥൈസ്തിമിംഗലൈഹി. അതായത് ഭീഷ്മരെ പോലെയുള്ള വലിയ വലിയ മഹാത്മാക്കളെ ഒരാൾക്കും തോൽപ്പിക്കാനോ ഒരാൾക്കും വീഴ്ത്താനോ പറ്റാത്ത മഹാത്മാക്കളാണ് ഈ പറയുന്നതായ ഭീഷ്മരെ, ദ്രോണരെ എന്നൊക്കെ പറഞ്ഞുള്ള വലിയ വലിയ യോഗ്യന്മാര്. അവരെയൊക്കെ വലിയ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് ദുരത്യയം കൗരവ സൈന്യസാഗരം, മറികടന്ന് പോകാൻ പറ്റാത്തതായ കൗരവസേനയെ നിസാരായിട്ട് ഒരു പശുക്കടാവിൻ്റെ കുളമ്പിൻ്റെ അടിയിൽ ഇരിക്കുന്ന ആ കുഴിയിലെ വെള്ളം ചാടിക്കിടക്കണ ലാഘവത്തോടെ ചാടിക്കിടന്ന് പോകുന്നത് ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. പിന്നെ മാത്രമല്ല, ഞാൻ പറയുക വെച്ചാൽ, പണ്ട് അശ്വത്ഥാമാവിൻ്റെ ആ ബ്രഹ്മാസ്ത്രം കൊണ്ട് ദഹിച്ച് മരിച്ചുപോയി, ഗർഭത്തിലേ മരിച്ചുപോയി എന്ന് വിചാരിച്ച താൻ ഇന്ന് ഇവിടെ ഇരുന്ന് ഈ ഭഗവത് കഥ അങ്ങയോട് ചോദിക്കാൻ മാത്രം യോഗ്യനായിട്ട് ജീവനോടെ ഇരിക്കണുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ആരാണ്? ഭഗവാനാണ്. അപ്പം അതുകൊണ്ട് അങ്ങയുടെ ആ വാക്ക് ചുരുക്കരുത്. ഭഗവാന്റെ കഥകൾ വിസ്തരിക്കണം. ഭഗവാൻ ഭൂമിയിൽ ശ്രീകൃഷ്ണനായിട്ട് വന്ന് അവതരിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്തത്, എങ്ങനെയൊക്കെയാണ് ഉണ്ടായത്, ആ കഥകളൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തരണം എന്നും പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് പറയും ചെയ്തു. ഇനിയിപ്പോൾ അങ്ങ് എന്ത് വിചാരിക്കരുത്, അങ്ങേക്ക് ഇപ്പോൾ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും പരീക്ഷത്ത് കുറച്ച് ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ വെള്ളമൊന്നും കുടിക്കാതെ എങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പോൾ വിശപ്പും ദാഹമൊക്കെ ഉണ്ടാവും. വിശപ്പും ദാഹമൊക്കെ കലശലായിട്ട് ഉണ്ടാവുമ്പം ഈ കൃഷ്ണകഥ എന്നല്ല ഭഗവത് കഥയൊന്നും കേട്ടാൽ മനസ്സിലാവില്ല. അങ്ങനെ ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നും. എനിക്ക് പക്ഷെ അങ്ങനത്തെ വിശപ്പോ ദാഹമോ ഒന്നും തോന്നുന്നില്ല. കാരണം എന്താ ചോദിച്ചാൽ, അങ്ങ് എനിക്ക് വേറെ ഒരു സാധനം അങ്ങനെ തരുന്നില്ല. അത് ഞാൻ ഇങ്ങനെ നിരന്തരം അങ്ങനെ കഴിക്കുകയാണ്. അതെന്താ? നൈഷാദി ദുസ്സഹാക്ഷുന്മാം ത്യക്തോദമപി ബാധത്തെ പിബന്ധം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. അതായത് ഈ ദുസ്സഹമായ വിശപ്പ്, ദാഹം ഇത്യാദികൾ അന്നപാനങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് 3-4 ദിവസമായി, എന്നാലും എനിക്കില്ല. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ, ഭഗവാന്റെ കഥകൾ ശ്രീശുക ബ്രഹ്മർഷി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പം അതിങ്ങനെ നല്ലോണം പാനം ചെയ്യണ്ട. അപ്പം അതുകൊണ്ട് എനിക്ക് വിശപ്പും തോന്നണില്ല, ദാഹവും ഇല്ല. അപ്പം അങ്ങ് എന്ത് ചെയ്യരുത്, ചുരുക്കാതെ വിസ്തരിച്ച് ഭഗവാന്റെ മഹിമകൾ എനിക്ക് പറഞ്ഞു തരണം. അപ്പം ഇത്രയും വർത്തമാനങ്ങൾ ശ്രീശുക ബ്രഹ്മർഷി കേട്ടു. അപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്തു, കുറേശ്ശെയായിട്ട് പറഞ്ഞു കൊടുക്കാം. രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ മനസ്സും ബുദ്ധിയൊക്കെ സാധാരണക്കാരുടെ മട്ടല്ല. പിന്നെ എങ്ങനെയത്? സമ്യക് വ്യവസിത ബുദ്ധി തവ രാജഋഷി സത്തമ. അങ്ങ് രാജാവല്ല, രാജഋഷിയാണ്. കേവലം രാജഋഷിയുമല്ല, രാജഋഷിമാരുടെ കൂട്ടത്തിൽ യോഗ്യനാണ്. എന്താ കാരണം? അങ്ങയുടെ ബുദ്ധിയെക്കുറിച്ച് പറയുമ്പം ഈ വിധത്തില് സമ്യക് വ്യവസിത, നല്ലോണം വേണ്ട ദിക്കിൽ ഉറച്ചിരിക്കണോ അങ്ങയുടെ ബുദ്ധി. പൊതുവെ അങ്ങനെ പതിവില്ല. വേണ്ടാത്തതിൽ ഉറക്കുക, വേണ്ടതിൽ ഇളകുക, ഇതാണ് പതിവ്. ഇതങ്ങനെയല്ല. ഭഗവാന്റെ മഹിമയാണ് വേണ്ടത്. ആ വേണ്ടതിൽ അങ്ങയുടെ മനസ്സ് നല്ലോണം അങ്ങോട്ട് ലയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങ് ഭാഗ്യവാനാണ്. എങ്ങനെ? വാസുദേവ കഥായാം തേ യജ്ജാത നൈഷ്ഠികീരതി. ആ വാസുദേവ കഥയില് അങ്ങക്ക് ഈ വിധം ഒരു ഉറപ്പുണ്ടായില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ, ഭഗവാന്റെ കഥയെക്കുറിച്ചിട്ടുള്ള ചോദ്യം 3 കൂട്ടരെ നേരെയാക്കുന്നാ പറഞ്ഞത്. ആരൊക്കെയത് 3 കൂട്ടര്? 3 കൂട്ടരെ ഭഗവത് കഥയുണ്ട് ശുദ്ധാവും. ആരൊക്കെ? അത് പറയും. വക്കതാരം പൃച്ഛകം ശ്രോത്രൻ തൽപാദ സലിലം യഥ. ഒന്ന് വക്കതാവ്. വക്കതാവ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കഥ പറയണവൻ, ആ ഭഗവത് കഥ പറയണമെന്നുള്ള കാര്യം കൊണ്ട് ശുദ്ധായി. രണ്ടാമത്തെ ആള് പൃച്ഛകൻ. പൃച്ഛകൻ എന്ന് പറഞ്ഞാൽ ചോദിച്ചയാള്. ആരോ ചോദിച്ചതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇത് പറയണത്. അപ്പൊ ചോദിച്ചയാള് ചോദിച്ചു എന്ന കാരണം കൊണ്ട് ശുദ്ധനായി. പിന്നെ വേറെ ഒരുത്തനുണ്ട്, അവൻ ചോദിച്ചിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല. ആരോ ചോദിച്ചു, വേറെ ആരോ പറഞ്ഞു. പക്ഷേ ഈ ചോദിച്ചത് ആരോ ആണ്, പറഞ്ഞത് ആരോ ആണെങ്കിലും അതിൻ്റെ ഇടയിലിരുന്ന് ആ കഥ ശ്രദ്ധയോടെ കേട്ടു. അങ്ങനെ കേട്ട ശ്രോതാവ്. ഇപ്പൊ വക്താവ്, പൃച്ഛകൻ, ശ്രോതാവ്, ഇങ്ങനെ 3 കൂട്ടര് ഭഗവത് കഥയുടെ മഹിമയുണ്ട് ശുദ്ധാവേ. അതുകൊണ്ട് അങ്ങ് വലിയ വിദ്വാനാണ്, ഞാൻ എന്താ പറയാമെന്നും പറഞ്ഞ് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ പ്രാർത്ഥന കേട്ട് ശ്രീശുക ബ്രഹ്മർഷി പറയാൻ തുടങ്ങി. അന്ന് ആ കാലത്ത് എന്തേണ്ടായി ചോദിച്ചാൽ, ഭൂമിയിൽ ഈ അസുരന്മാര് ഭൂമിയിൽ വന്നിട്ട് ക്ഷത്രിയന്മാരുടെ ഭാവത്തിൽ ഭൂമിയിൽ വന്ന് ജനിച്ചു. ഇവർ ഈ ഭൂമിയിൽ വന്ന് ജനിക്കുക കാരണത്താൽ ആസുരീയമായ ഈ ഒരു വലിയ ഭീകരത, ആസുരീയമായ ഭാരം ഭൂമിയിൽ വർദ്ധിച്ചു.
ഭൂമിയുടെ ഭാരം കൂടി, ഭൂമിക്ക് മറ്റോളെ താങ്ങി നിർത്താൻ വയ്യാന്നായി. അങ്ങനെ കഷ്ടപ്പെട്ട് ഭൂഭാരം കലശലായപ്പം ഭൂമിദേവി ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പശുവിൻ്റെ രൂപം ധരിച്ചിട്ടാണ് ചെന്നത്. എന്നിട്ട് ഭഗവാൻ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ബ്രഹ്മദേവ, ഈ അസുരന്മാര് ഭൂമിയിൽ വന്ന് മനുഷ്യവേഷത്തിൽ ക്ഷത്രിയന്മാരായിട്ട് വന്ന് ജനിക്കുക കാരണത്താൽ ആ ഭാരം കാരണം എനിക്കിപ്പോൾ അവിടെ സഹിക്കുക വയ്യ, ഭൂഭാരം കാരണം ഇങ്ങനെ വലിയ വിഷമത്തിലാണ് ഞാൻ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ബ്രഹ്മദേവൻ പറഞ്ഞു, ഇപ്പം ഇത് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം ഞാനപ്പം എനിക്കൊന്നും ചെയ്യാൻ പ്രാപ്തിയില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഭഗവാന്റെ അടുത്തേക്ക് പോവാം, ഭഗവാനാണ് ഇതിനൊക്കെ പ്രാപ്തനായിട്ട് ലോകത്തിൻ്റെ നാഥനായിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ദേവന്മാരെയും ഭൂമിദേവിയെയും കൂട്ടി ബ്രഹ്മദേവൻ നേരെ ഭഗവാന്റെ വൈകുണ്ഠ ലോകത്ത് ചെന്ന് ആ പാൽക്കടൽ തീരത്ത് ചെന്ന് നല്ലോണം തീരം ക്ഷീരപയോ നിധേഹേ, ആ പാൽക്കടൽ തീരത്ത് ചെന്ന് നല്ലോണം ഭഗവാനെ തൊഴുതു നമസ്കരിച്ചു. ബ്രഹ്മദേവനാണെങ്കിലോ പുരുഷസൂക്തം കൊണ്ട് തൊഴുതു. ദേവന്മാർ ഓരോരുത്തരും അവനവനുള്ളതായ യോഗ്യതയ്ക്ക് അനുസരിച്ച് തൊഴുതു നമസ്കരിച്ചു. എല്ലാവരും ഇങ്ങനെ തൊഴുതു നമസ്കരിച്ചിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ആ ഒരു വലിയ പ്രഭാവം ആകാശദേശത്ത് മുമ്പിൽ അന്തരീക്ഷത്തിൽ വന്ന് പൊങ്ങി വാക്കായിട്ടാണ് പൊങ്ങി വന്ന് നിന്നത്. ഭഗവാൻ ഈ ദേവന്മാരോടും ഭൂമിദേവിയോടും ബ്രഹ്മാവിനോടൊക്കെ ആയിട്ട് പറഞ്ഞു, ഹേ ബ്രഹ്മദേവ, ഹേ ഭൂമിദേവി, ദേവന്മാരെ എല്ലാവരും ശ്രദ്ധിച്ചോളൂ, നിങ്ങളിപ്പോൾ എല്ലാവരും ഇവിടേക്ക് വന്നത് എന്തിനാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്താ വെച്ചാൽ ഗിരം സമാധൗ ഗഗനേ സമീരിതാം നിശമ്യവേധാസ്ത്രിതശാനുവാച. ത്രിദശന്മാരെ പറഞ്ഞ ദേവന്മാരാണ്. ബ്രഹ്മാവിനോടും ദേവന്മാരോടും ഒക്കെ ആയിട്ട് ഭഗവാൻ പറഞ്ഞു, എന്താ വെച്ചാൽ നിങ്ങൾ പരിഭ്രമിക്കേണ്ട, ഭൂമിയുടെ ഭാരമൊക്കെ തീർത്ത് ലോകത്തെ അനുഗ്രഹിക്കാനായിട്ട് ഞാൻ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. എങ്ങനെയാണെന്നാണെങ്കിൽ വസുദേവരുടെ ഗൃഹത്തിലേക്കാണ് വരാൻ പോണത്. എങ്ങനെ? സാക്ഷാൽ ഭഗവാൻ പുരുഷഃ പരഃ ജനിഷ്യതേ തൽപ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രീയ. അപ്പം ഞാൻ ഭൂമിയിൽ വസുദേവരുടെയും ദേവകീദേവിയുടെയും പുത്രനായിട്ട് വന്ന് അവതരിച്ച് ദേവകാര്യത്തിനും ലോകാനുഗ്രഹത്തിനായിട്ട് പുറപ്പെടുന്ന സമയത്ത് എന്തു വേണം ചോദിച്ചാൽ, ഈ ദേവന്മാരും ദേവിമാരും ഒക്കെ ഭൂമിയിൽ വന്ന് ദേവകാര്യ സഹായത്തിന് ദേവന്മാരും ദേവിമാരും ഒക്കെ വേഷം മാറി ഗോപന്മാരും ഗോപികമാരും ഒക്കെ ആയിട്ട് വന്ന് അവതരിക്കണം. അങ്ങനെ ദേവകാര്യത്തിന് സഹായികളായിട്ട് നിങ്ങളെല്ലാവരും പോന്നോളൂ എന്നും പറഞ്ഞു. പണ്ടൊക്കെ ഞാൻ പലതവണ അവതരിക്കലൊക്കെ ഉണ്ടായി, ലോകത്തെ അനുഗ്രഹിക്കലും ഉണ്ടായി. പക്ഷെ ആ പ്രകാരത്തിലല്ല ഇനിയിപ്പോൾ അവതരിച്ച് അനുഗ്രഹിക്കാനായിട്ട് പോണത്. അന്നൊക്കെ ഇപ്പം എന്താ വെച്ചാൽ അതാത് കാര്യത്തിന് വരും, അതാത് കാര്യം കഴിഞ്ഞാൽ അത് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് പതിവ്. ഇതിപ്പം അങ്ങനെയുള്ളൊരു പരിപാടിയല്ല. പിന്നെ എന്താ വെച്ചാൽ വലിയൊരു പദ്ധതിയായിട്ടാണ് വരുന്നത്. അതായത് ആ ബ്രഹ്മസ്തംഭപര്യന്തം, ബ്രഹ്മാവ് തൊട്ട് പുൽക്കൊടി വരെ സകലമാന ജീവജാലങ്ങളെയും തൊട്ടും അനുഗ്രഹിച്ചും എല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ടാണ് ഞാൻ ഭൂമിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരിഭ്രമിക്കേണ്ട, കംസൻ എന്നല്ല, ഒരാളെ കുറിച്ചും പേടിക്കേണ്ട. ഭൂമിയിൽ വന്ന് അനവധി കാലത്തെ തൻ്റെ മഹാലീലകളെക്കുറിച്ചൊക്കെ ഭഗവാൻ ദേവന്മാർക്ക് സൂചന കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും ശാന്തമായിട്ട് മടങ്ങിപ്പോയിക്കോളൂ, ഞാൻ എന്താ ഭൂമിയുടെ അനുഗ്രഹത്തിനായിട്ട് വരും എന്ന് ദേവന്മാർക്ക് വാക്ക് കൊടുത്തപ്പം ദേവന്മാരെ സമാധാനിച്ചു. ഭഗവാന്റെ ഒരു അനുഗ്രഹം നമ്മൾക്കുണ്ടല്ലോ എന്ന് കണക്കാക്കിയിട്ട് അവരെ സമാധാനിച്ചിട്ടാണ് മടങ്ങി സ്വസ്ഥാനത്തേക്ക് പോകുന്നത്. ഇങ്ങനെ ഈ ബ്രഹ്മാവും ഭൂമിദേവിയും ദേവന്മാരും ചേർന്ന് ഇങ്ങനെ ഈ ബ്രഹ്മദേവന്റെ നേതൃത്വത്തിൽ ഭഗവാനെ ചെന്ന് കണ്ട് തൊഴുത് ഭഗവാന്റെ അനുഗ്രഹമൊക്കെ വാങ്ങി മടങ്ങി പോരുന്ന സമയത്താണ് ഭൂമിയിൽ വളരെ വിശേഷമായിട്ട് ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ശൂരപുത്രൻ വസുദേവര് ദേവകന്റെ മകള് ദേവകി എന്ന് പറഞ്ഞ പെൺകിടാവിനെ വിവാഹം കഴിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഈ ദേവകിയെ വിവാഹം ചെയ്തിട്ട് വസുദേവര് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് തൻ്റെ സഹോദരിയായിട്ടുള്ള ദേവകീ ദേവിയോടുള്ള സ്നേഹം കണക്കാക്കിയിട്ട് കംസ മഹാരാജാവ് സ്വയമേവ തേരിൽ കയറിയിരുന്നിട്ടാണ് തേര് തെളിക്കുന്നത്. അങ്ങനെ കംസൻ തെളിക്കുന്ന തേരില് വസുദേവരും ദേവകിയും വിവാഹവേഷത്തോടെ വിവാഹ ഭാവത്തില് വിവാഹ മണ്ഡപത്തിൽ നിന്ന് സ്വന്തം കുടുംബത്തേക്ക് പോവുകയാണ്. ഇവരിങ്ങനെ പോകുന്ന സമയത്ത് ആ വിവാഹ ഘോഷയാത്ര വർണ്ണശബളമായിട്ട് വാദ്യമേളങ്ങളോടുകൂടി മനോഹരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കംസന്റെ ആ തേര് തെളിക്കണ പ്രകാരവും വസുദേവരുടെയും ദേവകിയുടെയും വിവാഹവേഷ സമ്പ്രദായങ്ങളും ഘോഷയാത്രകളും മാത്രമല്ല ധാരാളം സമ്മാനങ്ങൾ ദേവകൻ തൻ്റെ മകൾക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. പറയുമ്പം ചതുശതം ഭാര്യപരിഹം ഗജാനാം ഹേമമാലിനം അശ്വാനാം അയുധം സാർത്ഥം രഥാനാം ചതുർഷഡ്ശതം. എന്തൊക്കെയാ കൊടുത്തേക്കണത്? ദാസീനാം സുകുമാരീണം ദ്വേഷത്തെ സമലങ്കൃതേ. ദാസിമാരെ ഒന്നും രണ്ടും അല്ല, നമുക്ക് ദ്വേഷത്തെ സമലങ്കൃതേ. 100-200 ദാസിമാരെ പണ്ടും കെട്ടി നല്ല ആഭരണങ്ങളൊക്കെ അണിയിച്ച്
വളരെ വിശേഷമായ സമ്പ്രദായത്തിൽ ആനയും കുതിരയും തേരും വിശേഷ ദ്രവ്യങ്ങളും ദാസിമാരെയും എല്ലാം തൻ്റെ മകൾക്ക് സമ്മാനമായിട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. എങ്ങനെ? ദുഹിത്രേ ദേവക പ്രാതിയാൽ എന്നാണ്. ദുഹിത്രേ മകൾക്ക് ദേവകം കൊടുത്തതാണ്. എന്തിന്? യാനേ ദുഹിതൃവത്സല. ആ വിവാഹ യാത്രയ്ക്ക് പോകുമ്പം സമ്മാനങ്ങളോട് കൂടി അവർ പോണു. സമ്മാനങ്ങൾ മാത്രമല്ല, നല്ല മനോഹരങ്ങളായ രീതിയിൽ മനോഹരമായ വിധത്തിൽ വലിയ മംഗളവാദ്യങ്ങൾ, ശംഖതൂര്യ മൃദംഗാദികളൊക്കെ നന്നായിട്ട് ദുന്ദുഭിവാദ്യങ്ങളൊക്കെ കൊട്ടി അവരങ്ങനെ ആ വാദ്യമേളത്തിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് വിവാഹ ഘോഷയാത്രയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ഈ യാത്ര പോന്ന് അങ്ങനെ മുമ്പിലേക്ക് വളരെ ഭംഗിയോട് കൂടി പോകുമ്പോഴാണ് അതിനൊക്കെ ഭംഗം വരുത്തുന്ന വിധത്തിൽ ഒരു ശബ്ദം ആകാശവാണിയായിട്ട് അശരീരവാക്കായിട്ട് അവിടെ മുഴങ്ങി അങ്ങനെ കേട്ടു. എന്താ കേട്ട വാക്ക് എന്നാണെങ്കിൽ കംസൻ ആ വാക്യങ്ങൾ ഇങ്ങനെ ചെവി വട്ടം പിടിച്ച് കേട്ടു. അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്: പഥി പ്രഗ്രഹിണം കംസം ആഭാഷ്യാഹ ശരീരവാക് അസ്യാസ്ത്വാം അഷ്ടമോ ഗർഭോ ഹന്തായാം വഹസേ അബുധ. ഹേ അബുധ, അബുധൻ അല്ലേ, നെയ്യ് നല്ല വകതിരിവും പാണ്ഡിത്യം വിവരമുള്ളവനല്ല നെയ്യ്. എന്താ കാരണം? ബുദ്ധിയും ബോധവും ഇല്ലാത്തവനാണ്. അതുകൊണ്ടല്ലേ ഇപ്പൊ നീ ഇതിനെ പുറപ്പെടുന്നത്. ഹേ അബുധ, എന്തല്ലാത്തവനെ കംസ, നീ ഇപ്പൊ ആരെയാണോ തേരിലേറ്റിയിട്ട് ആഘോഷപൂർവ്വം കൊണ്ടുപോണത് ആ ദേവകീ ദേവിയുടെ അഷ്ടമോ ഗർഭ, 8ാമത്തെ ഗർഭം, ഹന്ത എന്ന് പറഞ്ഞാൽ കൊല്ലും, എന്നെ കൊല്ലും. ഈ 8ാമത്തെ പുത്രൻ, ദേവകിക്ക് ഉണ്ടാവണ 8ാമത്തെ പുത്രൻ തന്നെ കൊല്ലും എന്നുള്ള ഈ വാക്യം ആ പ്രകാരം അതിങ്ങനെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുകയാണ് കംസനാണെങ്കിൽ ഇതിങ്ങനെ കേട്ടപ്പോൾ ഇത്രയും നേരം തേര് തെളിച്ച് വലിയ വാത്സല്യത്തോടെയൊക്കെ തേരിൽ കയറിയിരുന്നു വെച്ചാലും ഈ വർത്തമാനം ഇങ്ങോട്ട് കേട്ടതോടെ കംസന്റെ ശരിയായ സ്വഭാവം അങ്ങോട്ട് പുറത്തേക്ക് വന്നു. അത് കേട്ടപ്പോഴൊക്കെ ഇത്യുക്ത സഖല പാപോ ഭോജനാം കുലപംസന ഭഗിനീം ഹന്തുമാരബ്ധ ഖഡ്ഗപാണി കച്ചേ അഗ്രഹീൽ എന്നാ പറഞ്ഞത്. ഇതിങ്ങോട്ട് കേട്ടിട്ട് ആ മഹാപാപി പറഞ്ഞ പേര് അവിടെയൊക്കെ പറയും ഖലൻ ച മഹാദുഷ്ടൻ, പാപൻ എന്ന് പറഞ്ഞ ദുഷ്കർമ്മങ്ങൾ മാത്രം ചെയ്യണോൻ. ഭോജനാം കുലപാംസന, ഈ ഭോജവംശത്തിന്റെ കുലപാംസൻ, ഭോജവംശത്തിന് ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് പുറപ്പെട്ടവനായ ആ കംസൻ ഭഗിനിയും ഹന്തുമാരെ, ഭഗിനി തൻ്റെ സഹോദരിയായിട്ടുള്ള ദേവകിയെ കൊല്ലാനായിട്ട് പുറപ്പെട്ടിട്ട് ഖഡ്ഗപാണി, തേര് തെളിക്കുന്നതായ കടിഞ്ഞാണും ചാട്ടവാറും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ആ ഒരു കൈകൊണ്ട് തേര് തെളിക്കുക, മറ്റേ കൈകൊണ്ട് അങ്ങനെയാണല്ലോ പതിവ്. അത് രണ്ടും ഉപേക്ഷിച്ചിട്ട് വാള് അങ്ങോട്ട് ഊരിയെടുത്തിട്ട് ഈ ദേവകീ ദേവിയുടെ വിവാഹ ഘോഷയാത്രയിൽ വിവാഹത്തിനോടനുബന്ധിച്ച് മനോഹരമായ രീതിയിൽ അലങ്കരിച്ച് മാല ചൂടി, മാല ചാർത്തി, പട്ട് ചാർത്തി ഉടുത്ത് സുന്ദരിയായിട്ട് ഇരിക്കുന്നതായ ദേവകിയുടെ ആ കച്ചം മുടിക്കെട്ട്, ആ മുടിക്കെട്ടിന് ഇങ്ങോട്ട് ചുറ്റി ഇങ്ങോട്ട് പിടിച്ചിട്ട് വാളൂരി വെട്ടിക്കൊല്ലാൻ പുറപ്പെട്ടു. ഈ വെട്ടിക്കൊല്ലാനായിട്ട് ഈ ജുഗുപ്സിതമായ അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യാനായിട്ട് പുറപ്പെട്ട കംസനെ തം ജുഗുപ്സിത കർമാണം നൃശംസം നിരപത്രപം വസുദേവോ മഹാഭാഗ ഉവാച പരിസാന്ത്വയൻ. എന്തായാലും വെട്ടിക്കൊല്ലന്നെ ഉണ്ടാവുള്ളൂ എന്ന് കണ്ടപ്പം തം ജുഗുപ്സിത കർമാണെന്ന്. ജുഗുപ്സ എന്ന് പറഞ്ഞാൽ അറപ്പുളവാക്കുന്ന പ്രവൃത്തിക്കാണ് ജുഗുപ്സ എന്ന് പറയുക. അനീതിയെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര വെറുപ്പുണ്ടാക്കുന്ന പ്രവൃത്തിയാണ്. ആ ദുഷ്ട സമ്പ്രദായത്തിന് പുറപ്പെട്ടു. നിരപത്രപം, അല്പം പോലും നാണം തോന്നാത്തവനായ കംസന്റെ നേരെ നോക്കിയിട്ട് വസുദേവോ മഹാഭാഗ, വസുദേവര് പാവം ഒരു മഹാത്മാവാണ്. അദ്ദേഹം എന്തേ ചെയ്തത്? ഉവാച പരിസാന്ത്വയന്, കംസന്റെ ഉള്ളിൽ വലിയ വേവലാതി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വസുദേവരുടെ അടുത്തേക്ക് ചെന്നിട്ട് വളരെ നല്ല വാക്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ഹേ മഹാനുഭാവ, അങ്ങ് ഇങ്ങനെ ചെയ്യരുത്. എന്താ കാരണം? ശ്ലാഘനീയ ഗുണശൂരൈർ ഭവാൻ ഭോജയശസ്കര സകഥം ഭഗിനീം ഹന്യാൽ സ്ത്രീയം ഉദ്വാഹ പർവണി. അങ്ങ് ഈ ജാതി പ്രവൃത്തിയൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങ് ഭോജവംശത്തിന് യശസ്സുണ്ടാക്കി പുറപ്പെട്ടവനല്ലേ? അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ മഹാ അപകടമായ വർത്തമാനാണ്. നേരത്തെ എന്താ പറഞ്ഞത്? ഭോജനം കുലപാംസന തന്നെ അവനെ കുറിച്ച് പറഞ്ഞത്. ഇപ്പൊ എന്താ പറയുന്നത്? ഭോജവംശത്തിന് യശസ്സുണ്ടാക്കിയവനെന്ന്. ഒന്നുമില്ല. നല്ല വർത്തമാനം കേട്ടിട്ട് നല്ല ബുദ്ധി തോന്നിയിട്ട് ദേവകിയെ കൊല്ലാണ്ട് വിട്ടാലോ എന്ന് വിചാരിച്ചിട്ടൊരു നല്ല വാക്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ
പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങ് ഈ ദേവകിയെ കൊല്ലരുത്. എന്താ കാരണം ചോദിച്ചാൽ മരണം എല്ലാവർക്കും ഉള്ളതാണ്. അങ്ങയ്ക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. എങ്ങനെയാ മരിക്കുക എന്ന് മാത്രമേ നമ്മളൊക്കെ അറിയായുള്ളൂ. അതുകൊണ്ട് ഓരോ ജീവനും അതിൻ്റെ കർമ്മഗതിക്ക് അനുസരിച്ച് ദേഹങ്ങൾ മാറിക്കേറി ഇങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് അങ്ങേപ്പോലുള്ളൊരു വിദ്വാൻ എന്ത് ചെയ്യരുത്, ഈ മരണത്തിന്റെ കാര്യം പറഞ്ഞ് ഈ വിധത്തിൽ അധർമ്മത്തിന് പുറപ്പെടരുത്. ഇപ്പൊ സ്ത്രീവധം ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ അപകടമാണ്. അതും സഹോദരിയെ വധിക്കുക എന്ന് പറഞ്ഞാൽ അതിലേറെ അപകടമാണ്. അതും വിവാഹ സന്ദർഭത്തിൽ കൊല്ലുക എന്ന് പറയുന്നത് അത്യന്തം അപകടമായ കാര്യമാണ്, ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പല ജാതി പറഞ്ഞു നോക്കിയിട്ട് വസുദേവരെ ആശ്വസിപ്പിച്ചു വെച്ചിട്ടും ആ സാന്ത്വനങ്ങളൊന്നും ആരുടെ ഉള്ളിൽ ഏശിയില്ല, കംസന്റെ ഉള്ളിലേക്ക് ചെന്നില്ല. കംസൻ എന്തേ ചെയ്തു വെച്ചാൽ കംസൻ വീണ്ടും വെട്ടിക്കൊല്ലാൻ തന്നെ പുറപ്പെട്ടിരിക്കുമ്പോഴാണ് ഈ കംസന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നിട്ട് വസുദേവര് വീണ്ടും പറഞ്ഞു, ഹേ മഹാരാജാവേ, നോക്കൂ, ദേവകീ ദേവി അങ്ങേ കൊല്ലും എന്നല്ലല്ലോ അശരീരവാക്കിൽ പറഞ്ഞത്. ദേവകീ ദേവിയുടെ 8ാമത്തെ ഗർഭം കൊല്ലും എന്നല്ലേ പറഞ്ഞത്. ദേവകി പ്രസവിക്കുമെന്ന് തന്നെ അറിയില്ല, പിന്നെയല്ലേ ഇപ്പം നമ്മൾ ഈ കൊല്ലുക എന്നൊക്കെ പറയുന്നത്. ഇനി ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ തന്നെ ആയിക്കോട്ടെ. എന്നാലും ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം, ദേവകിയെ കൊല്ലരുത്. ഞാനൊരു ഉപായം പറയാം. ദേവകി പ്രസവിക്കണ സന്താനങ്ങളെ ഓരോന്നിനെയും ഞാൻ എന്ത് ചെയ്യാം, ഓരോന്നിനെയും ആദ്യം മുതലേ ഉണ്ടാവണവരൊക്കെ ഞാൻ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കാം. എന്നാൽ പിന്നെ 8ാമത്തേത് എന്നുള്ള പേടിയില്ലല്ലോ. എല്ലാ സന്താനങ്ങളെ അങ്ങ് എന്ത് ചെയ്തോളൂ, അങ്ങക്ക് എന്താ വേണ്ട വെച്ചാൽ അങ്ങനെ ചെയ്തോളൂ. എന്നാലും ദേവകിയെ കൊല്ലരുതേ എന്ന് പറഞ്ഞ് അദ്ദേഹം തൊഴുതു. അപ്പൊ ഈ വസുദേവർ ഇങ്ങനെ പറഞ്ഞപ്പോൾ കംസന് തോന്നി അതൊരു തരക്കടില്ലാത്ത അഭിപ്രായം. എന്താ കാരണം, സ്ത്രീവധം ചെയ്തു, അനിയത്തിയെ കൊന്നു, വിവാഹ സമയത്ത് കൊന്നു എന്നൊക്കെയുള്ള മഹാമോശമായിട്ടുള്ള സമ്പ്രദായം ഉണ്ടാവില്ലേ, തൻ്റെ പേരിൽ ചീത്തപ്പേര് മാറ്റിയാൽ മാറാത്ത ചീത്തപ്പേര്. അതില്ലാണ്ടിരിക്കാൻ ഇത് നല്ല വിദ്യയാണ്. ദേവകിയെ കൊല്ലണ്ട, എന്ത് ചെയ്യാം, ദേവകിയുടെ പുത്രന്മാരായിട്ടുണ്ടാവണ കുട്ടികളെ ഓരോന്നിനെയും കിട്ടിയതിനെ കൊന്നാ പോരെ. എന്നാൽ സ്ത്രീവധം എന്നുള്ള വിഷമവും ഇല്ല. തന്നെ കൊല്ലാൻ ജനിക്കണവനെ കൊല്ലും ചെയ്യാം, തനിക്ക് മരണം ഇല്ലാണ്ട് കഴിക്കുകയും ചെയ്യാം. കംസൻ അങ്ങനെ വിചാരിച്ചു. ഏതായാലും അങ്ങനെ ആവട്ടെ എന്നുള്ള മട്ടിൽ കംസൻ അരിശത്തോടു കൂടി ആ തേരിന്ന് ഇറങ്ങി കടിഞ്ഞാണൊക്കെ വിട്ട് എറിഞ്ഞിറങ്ങി അദ്ദേഹത്തിന്റെ പാട്ടിനെയും പോവുകയും ചെയ്തു. വസുദേവരും ദേവകിയും വലിയ വിഷമത്തോട് കൂടിയിട്ട് ആദ്യമായിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞ് വളരെ ആദ്യമായിട്ടുള്ള യാത്രയാണ്. ആ വിവാഹം കഴിഞ്ഞ് ആദ്യമായിട്ട് ഒന്നിച്ചൊരു യാത്ര ചെയ്ത് പുറപ്പെടുമ്പോഴാണ് എന്തുണ്ടായത്, ഈ ദുഷ്ട സമ്പ്രദായങ്ങളൊക്കെ കണ്ടതും ആകെ ഒരു മനസ്താപം, ഒരു മനോവ്യാധിയൊക്കെ ആയിട്ട് അവർ രണ്ടുപേരും തിരിച്ചു പോന്നു. ഇവരുടെ കുടുംബത്തെ വന്ന് അങ്ങനെ കഴിച്ചു കൂട്ടുന്ന കാലത്ത് കാലം ഇങ്ങനെ മുമ്പിലേക്ക് പോയി. കാലം ആരെയും കാത്തു നിൽക്കില്ലല്ലോ. മുമ്പിലേക്ക് കുറേ കാലം മുമ്പിലേക്ക് പോയപ്പോഴാണ് ആ കാലത്ത് ദേവകി ദേവി ആദ്യത്തെ ഉണ്ണിയെ ഗർഭം ധരിച്ചു. കീർത്തിമാൻ എന്നാണ് ഉണ്ണിയുടെ പേര്. ഈ ഉണ്ണിയെ ഗർഭം ധരിച്ചു, അതിനെ പ്രസവിച്ചു. ഈ ആദ്യത്തെ ഉണ്ണിയെ ദേവകി ദേവി പ്രസവിച്ച സമയത്ത് പണ്ട് കംസനോട് താനൊരു വാക്യം പറഞ്ഞിട്ടുണ്ട്, ഓരോ ഉണ്ണികളെ അങ്ങയുടെ കാൽക്കൽ സമർപ്പിച്ചോളാന്ന്. ആ വാക്യം സ്മരിച്ചിട്ട് എന്ത് ചെയ്തു, അർപ്പയാമാസ കൃച്ഛ്രേണ സോനൃതാദതിവിഹ്വല. പണ്ട് പറഞ്ഞ ആ സത്യവാക്യം അസത്യവാക്യം ആവാതെ കണ്ടിരിക്കാനായിട്ട് ഈ കംസന്റെ അടുത്ത് കൊണ്ടുവന്ന് തൻ്റെ ആദ്യത്തെ ഉണ്ണി ആറ്റുനോറ്റുണ്ടായ ഉണ്ണിയെ കൊണ്ടുപോയിട്ട് അർപ്പയാമാസ അവിടെ സമർപ്പിച്ചു. എങ്ങനെ, സന്തോഷമായിട്ടാണോ? അല്ല, കൃച്ഛ്രേണ എന്ന് പറഞ്ഞാൽ വളരെ വിഷമിച്ചിട്ടാണ്, ഉള്ളു ഹൃദയം പറിച്ചു കൊടുക്കണ വേദനയോട് കൂടിയിട്ടാണ് ആർക്ക് കൊടുത്തത്, കംസന്റെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തു. എന്താല്ലേ ചെയ്യുക, അദ്ദേഹത്തിന്റെ ആ വേദന ഇപ്പം എന്തോ പറയണ്ടു, ദേവകിയുടെ ഹൃദയത്തിന്റെ വേദന ഇപ്പം ആരോടാ പറയേണ്ടത്. അങ്ങനെ കൊണ്ടുപോയി കൊടുത്ത് കാൽക്കലെ സമർപ്പിച്ചപ്പോൾ കംസൻ ചോദിച്ചു, വസുദേവരെ ഇത് ആദ്യത്തേതല്ലേ ചോദിച്ചു. ഇത് ആദ്യത്തേതാണെന്നും പറഞ്ഞു. എന്നാ കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്തോളൂ, പ്രതിയാതു കുമാരോയം, ഈ കുമാരനെ അങ്ങ് തിരിച്ചു കൊണ്ടുപോയിക്കോളൂ. എന്താ കാരണം, നഹ്യസ്മാദസ്തിമേ ഭയം, ഇവനെ കൊണ്ട് എനിക്ക് പേടിയില്ല. അതാ കാരണം, ഒന്നാമത്തേത് കൊല്ലുന്നല്ലോ അന്ന് പറഞ്ഞത്, 8ാമത്തേതിന്റെ കാര്യമല്ലേ പറഞ്ഞത്. അപ്പൊ ഇതിനെ കൊണ്ട് എനിക്ക് പേടിയില്ല, അങ്ങ് എന്ത് ചെയ്തോളൂ, പ്രതിയാത്തോ കൊണ്ടുപോയിക്കോളൂ എന്നും പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ ദുഷ്ടന്മാരൊക്കെ ഓരോ കാര്യം പറയുമ്പോൾ വലിയ മഹിമയാണെന്നൊക്കെ തോന്നും. ദുഷ്ടന്മാരുടെ ദുഷ്ടത എപ്പോഴാണ് പുറത്തേക്ക് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ കംസൻ അങ്ങനെ പറഞ്ഞു വെച്ചാലും ഇദ്ദേഹം എന്താ പറയുക, അഷ്ടമാൽ യുവയോഹ, നിങ്ങളുടെ 8ാമത്തെ സന്താനത്തിനെ കൊണ്ടാണല്ലോ എനിക്ക് മരണം പറഞ്ഞിരിക്കുന്നത്, 1ാമത്തേനെ കൊണ്ടല്ലല്ലോ, അതുകൊണ്ട് പോയിക്കോളൂ എന്നും പറഞ്ഞു. ഇത് കേട്ടോ അല്പം ഒരു ആശ്വാസം തോന്നിച്ചാലും സന്തോഷമൊന്നും തോന്നിയില്ല. വസുദേവര് എന്ത് ചെയ്തു, തഥേതി, അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് തഥേതി സുതമാദായ യയൗ ആനകതുന്ദുഭി, അതുണ്ടായത് ആനകതുന്ദുഭി. വസുദേവരെന്ന് അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞാൽ ഉണ്ണിയും കൊണ്ട് തിരിച്ചു പോന്നു. ഉണ്ണിയും കൊണ്ട് തിരിച്ചു പോന്നപ്പോഴും കംസൻ ഒരു വലിയ മഹിമയുള്ളവനാണെന്ന് തോന്നിയില്ല. അതാ കാരണം, അഭ്യനന്ദത തദ്വാക്യം, കംസന്റെ ആ കൊണ്ടുപോയിക്കോളൂ വിഷമില്ല എന്നൊക്കെ പറഞ്ഞ വർത്തമാനത്തിന് ഒരു വലിയ കാര്യമായ വർത്തമാനമായിട്ട് ആര് കൂട്ടിയില്ല, ഈ വസുദേവര് കൂട്ടിയില്ല. കാരണം എന്താണെന്നറിയോ, അഭ്യനന്ദത തദ്വാക്യം അസതോ അവിജിതാത്മന, അസത്തിച്ച നല്ല സമ്പ്രദായക്കാരനല്ല, അവിജിതാത്മാവ് പറഞ്ഞ ഇന്ദ്രിയങ്ങളൊന്നും ഒരടക്കമില്ലാത്തവനാണ്. എന്താ എപ്പോഴാ തോന്നി ചെയ്യാന്നൊന്നും ഒരു വ്യവസ്ഥയും
ഇല്ല. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് പോരും ചെയ്തു. അങ്ങനെ അദ്ദേഹം തിരിച്ചു കുടുംബത്തേക്ക് പോന്നു. അക്കാലത്ത് ഒരു ദിവസം വസുദേവര് ഇങ്ങോട്ട് പോന്നിരിക്കണ കാലത്ത് ഒരിക്കലും ഡയറ് വർത്തമാനം എന്താ ചോദിച്ചാല്, നാരദ മഹർഷി ആ വഴി ഇങ്ങനെ പോകുമ്പം കംസന്റെ കൊട്ടാരം വഴി ഇങ്ങനെ പോവുകയാണ്. ആദ്യം ഇങ്ങനെ പോകുക. അപ്പൊ കംസൻ വിളിച്ചിരുത്തി കൊട്ടാരത്തിലിരുത്തി ഓരോരോ വർത്തമാനങ്ങൾ ചോദിച്ചു. അപ്പൊ നാരദ മഹർഷി കംസന് ഇത്തിരി നന്മയുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു കൊടുത്തു, കംസ നീ നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയും കണ്ട് നടക്കണം. എന്താ വെച്ചാൽ എന്റെ സമ്പ്രദായം അത്ര നല്ലൊരു മട്ടുമാതിരി എന്ന് തോന്നുന്നില്ല. കാരണം എന്താണെന്നാണെങ്കിൽ ഓരോന്നായിട്ട് ഓരോന്നും ഇങ്ങനെ കേൾക്കണില്ലേ, നീ വിഷമിച്ച് പരിഭ്രമിച്ച് അന്തല്യായ കാണിക്കരുത്. കാരണം എന്താ ചോദിച്ചാല്, ഞാൻ എന്നോട് പറയാം, ഈ നന്ദഗോപഗ്രഹത്തിൽ നന്ദഗോപാദികളായ ഗോപന്മാരും അവരുടെ ഭാര്യമാരും സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, അതല്ലേ നന്ദദ്യായേ വ്രജേ ഗോപാഹ യാശ്ചാമേഷാം ച യോഷിതാ വൃഷ്ണയോ വസുദേവാദ്യാഹ ദേവക്യാദ്യാ വ്രജസ്ത്രീയ. ഈ പറഞ്ഞ കൂട്ടരൊക്കെ നന്ദഗോപാദി ഗോപന്മാര്, അവരുടെ സ്ത്രീകളായ ഗോപികമാര്, മാത്രമല്ല വൃഷ്ണിവംശത്തിലെ സ്ത്രീകള്, വസുദേവരെ മുതലായിട്ടുള്ള കൂട്ടര്, ദേവകി മുതലായിട്ടുള്ള യദുവംശ നാരിമാര്, ഇവരൊക്കെ ആരാന്നറിയോ? സർവേ വൈ ദേവതാപ്രായാഹ. എല്ലാരും ദേവതമാരാ. ഇവരൊക്കെ ദേവതമാരാണേ. അതുകൊണ്ട് അവരുടെ നേരെ നീ എന്ത് അന്തല്യായ കാണിക്കാൻ പുറപ്പെടണ്ട. മനുഷ്യന്മാരാന്ന് വിചാരിച്ച് കളിച്ചിട്ട് നീ ആ കഷ്ടത്തിലായിട്ട് പുറപ്പെടും. നിനക്ക് അങ്ങനത്തെ ഒരു ചെറിയ ഒരു കഥയിലായ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ എന്തേ വേണ്ടുമെന്നാണെങ്കിൽ ഈ ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ ദേവന്മാരാണേ. അതുകൊണ്ട് അവരെ ഒന്നും നീ അന്തല്യായിക്ക് പുറപ്പെടണ്ട. പിന്നെ ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ടൊക്കെ വന്നതാണ് എന്ന് മനുഷ്യരുത്തി വെച്ചോളൂ. ഇത് ധരിച്ച് നേരാമണ്ണം നല്ല മട്ടും മാതിരിയായിട്ട് ധർമ്മത്തിന്റെ വഴി കൂടി സഞ്ചരിച്ചാൽ നിനക്ക് നന്മയുണ്ടാവും എന്നൊക്കെയാണ് ആര് പറഞ്ഞു കൊടുത്തത്? ഈ നാരദ മഹർഷി നല്ല വാക്യം പറഞ്ഞു കൊടുത്തു. പക്ഷെ നാരദ മഹർഷി നല്ല വാക്യം പറഞ്ഞു കൊടുത്തിട്ട് പറയും ചെയ്തോ, നീ ഇപ്പം ഇങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നീ പണ്ട് നോക്കൂ ഈ അസുരനായിരുന്നു, കാലനേമി എന്ന പേരിൽ അസുരനായിരുന്നേ. അങ്ങനെ അസുരനായിട്ടിരിക്കുന്ന കാലത്ത് പണ്ട് തന്നെ ഭഗവാൻ കൊല്ലുകയുണ്ടായത്. ഭഗവാൻ തന്നെ കൊന്നു എന്നുള്ള കാരണം കൊണ്ട് നിനക്ക് ഭഗവാനോട് പണ്ടേ വിരോധമുണ്ട്. അതുകൊണ്ട് എന്ത് വേണ്ട, ഈ വേണ്ടാത്ത വൃത്തിക്ക് പുറപ്പെടേണ്ട, ശാന്തനായിട്ടിരുന്ന് നല്ലോണം മനസ്സിരുത്തിക്കോളൂ, ധർമ്മം വിട്ട് പുറപ്പെടണ്ട എന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കംസന് നന്മയുണ്ടായിക്കോട്ടെ വെച്ചിട്ട് പറഞ്ഞു കൊടുത്തതാണെങ്കിലും ഇദ്ദേഹം നന്ദഗോപരെ കുറിച്ചും ദേവകിയെ കുറിച്ചും വസുദേവരെ കുറിച്ചും ഒക്കെ പറഞ്ഞ വാക്യങ്ങൾ കേട്ടപ്പോൾ എന്താണ്ടായത്? ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല. അവരൊക്കെ ദേവന്മാര്, ഞാൻ അങ്ങോട്ട് അസുരനാണെന്ന് അന്ന് കാണാമെന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു? കംസൻ ഈ വസുദേവരുടെ ആ ഉണ്ണിയുണ്ടല്ലോ, ആദ്യത്തെ കീർത്തിമാൻ എന്ന് പറഞ്ഞ ഉണ്ണിയില്ലേ, ആ ഉണ്ണി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? അതിനെ കല്ലിൻ്റെ മുകളിൽ തല്ലി അങ്ങോട്ട് കൊന്നു. പിന്നെ ഇപ്പം എന്തേ പറയേണ്ടത്? ഓരോന്നിനും ഇങ്ങനെ ജനിക്കണേന് ജാതമഹൻ പുത്രം തയോരജന ശങ്കയാ. അങ്ങനെ ജനിച്ച കുമാരന്മാരെ ഓരോന്നിനെയായിട്ട് കല്ലിൻ്റെ മുകളിൽ തല്ലി അങ്ങനെ കൊന്നു. അങ്ങനെ ഈ പുത്രന്മാരൊക്കെ ഓരോന്നായി മരിച്ച ആ വ്യസനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചു കൂട്ടണ കാലത്ത് കാലം പിന്നെയും മുമ്പിലേക്ക് പോയി. അങ്ങനെ 6 പുത്രന്മാരെ കംസൻ എന്ത് ചെയ്തു? വസുദേവരുടെയും ദേവകിയുടെയും പുത്രന്മാരുടെ കൂട്ടത്തിൽ 6 പേരെ കൊന്നു തീർത്തു. അങ്ങനെ കൊന്നിരിക്കുന്ന സമയത്ത് ഈ വസുദേവരെയും ദേവകിയും പിടിച്ചിട്ട് കംസൻ കാരാഗ്രഹത്തിലിട്ട് പൂട്ടുകയും ചെയ്തു. ഇവർ രണ്ടും വെളിച്ചം കിടക്കാത്ത കാരാഗ്രഹത്തിൽ ആ കൂരിരുട്ടിൽ അങ്ങനെ കഴിച്ചു കൂട്ടി വായുവും വെളിച്ചമൊന്നും ഇല്ലാതെ കണ്ട് വെള്ളവും ആഹാരവും കിട്ടാതെ കണ്ട് നരകിച്ച് വിഷമിച്ച് കാരാഗ്രഹത്തിൽ കഴിച്ചു കൂട്ടണ കാലത്ത് എന്തുണ്ടായെന്നാണെങ്കിൽ, അക്കാലത്ത് ഈ ദേവകി ദേവി 7ാമത് ഗർഭം ധരിച്ചു. ദേവകിയുടെ 7ാമത്തെ ഗർഭത്തിൽ വന്നത് സാക്ഷാൽ ഭഗവാന്റെ സംഘർഷണാംശം എന്ന് പറയും, അനന്തന്റെ അംശമായിട്ടുള്ള ആ മഹാ തേജസ്സാണ് ദേവകി ഗർഭത്തിലേക്ക് പ്രവേശിച്ചത്. അങ്ങനെ ഈ അനന്തന്റെ അംശം ദേവകി ഗർഭത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് ഭഗവാൻ യോഗമായാദേവിയെ വിളിച്ചു. യോഗമായാദേവി ഭഗവതിയെ വിളിച്ചിട്ട് പറയും ചെയ്തു, ഹേ യോഗമായേ, നീ ഒരു കാര്യം ചെയ്യണം. ഈ വസുദേവരുടെ ഭാര്യ ദേവകീദേവിയുടെ ഗർഭത്തില് ഈ 7ാമത്തെ ഗർഭം എന്ന് പറയുന്നത് എൻ്റെ സംഘർഷണമൂർത്തിയുടെ അംശമാണ്. അതുകൊണ്ട് ആ ഗർഭത്തെ അവിടുന്ന് എങ്ങോട്ട് മാറ്റണം? നോക്കൂ, ഇതേ വസുദേവരുടെ വേറൊരു ഭാര്യ രോഹിണി എന്ന് പറയും. ഈ രോഹിണി നന്ദഗോപഗ്രഹത്തിൽ താമസിക്കുന്നുണ്ട്. ആ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റുക. ഇങ്ങനെ ഈ ഗർഭത്തെ ഇവിടുന്ന് മാറ്റി രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റുമ്പം നിന്നെ ലോകരെ വലിയ മഹിമയോട് കൂടി പൂജ കഴിച്ച് ബഹുമാനിച്ച് അമ്പലങ്ങളൊക്കെ കെട്ടിയുണ്ടാക്കി ഭഗവതിയായിട്ട് കണ്ട് തൊഴുത് കൊണ്ടാടും. എങ്ങനെ? നാമധേയാനി കുറുവന്തി സ്ഥാനാനി ച നരാ ഭുവി ദുർഗേതി ഭദ്രകാളീതി വിജയാ വൈഷ്ണവീതി ച കുമുദ ചണ്ഡികാ കൃഷ്ണ മാധവീ കന്യകേതി ച മായാ നാരായണീശാനി ശാരദേത്യംബികേതി ച. നോക്കൂ, ദുർഗ, ഭദ്രകാളി, വിജയ, വൈഷ്ണവി, കുമുദ, ചണ്ഡിക, കൃഷ്ണ, മാധവി, കന്യക, മായ, നാരായണി, ഈശാനി,
ശാരദ, അംബിക എന്നൊക്കെ പറഞ്ഞിട്ട് പല ജാതി പേരിൽ ദേവിയായിട്ട് ഭഗവതിയായിട്ട് എന്ത് ചെയ്യും, കൊണ്ടാടും. അങ്ങനെ അമ്പലങ്ങളൊക്കെ പണിത് പൂജ കഴിച്ച് നമസ്കരിച്ച് അങ്ങനെ ഭക്തിയോട് കൂടിയിട്ട് ലോകര് തന്നെ ഭജിക്കും. അതുകൊണ്ട് ഈ ദേവകാര്യ പ്രവൃത്തിക്ക് പുറപ്പെട്ടോളൂ എന്നും പറഞ്ഞു. ഭഗവാന്റെ ഈ കൽപ്പന കിട്ടിയപ്പോഴേക്ക് എന്നെ യോഗമായ അവിടുന്ന് പോന്ന ഈ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് 7ാമത് ഗർഭത്തിലിരിക്കണ ആ ശിശുവിനെ അവിടുന്ന് ആവാഹിച്ചു കൊണ്ടുപോയിട്ട് ദേവകീദേവിയുടെ പോലെ വേറൊരു രോഹിണി എന്ന് പറഞ്ഞൊരു പത്നി ഈ വസുദേവരുടെ ഭാര്യ നന്ദഗോപഗ്രഹത്തിൽ താമസിക്കുന്നുണ്ട്. ആ നന്ദഗോപഗ്രഹത്തിലെ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി. അങ്ങനെ ഉണ്ടായത്. അപ്പൊ ഈ ഗർഭം അങ്ങോട്ട് മാറ്റിയ സമയത്ത് ഇവിടെ എന്താ എല്ലാവരും വിചാരിച്ചു വെച്ചാൽ ദേവകീ ദേവിയുടെ 7ാമത്തെ ഗർഭമില്ല അതേ കണ്ടായി എന്നാണ് വിചാരിച്ചത്. വേറെയൊന്നും മനസ്സിലായില്ല. അങ്ങനെ കംസനും ചിന്തിച്ചു, ഇങ്ങനെ എന്താ ഉണ്ടായത്, കംസനും ഇങ്ങനെ തോന്നി എന്തൊക്കെയോ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാവണമില്ല എന്നൊക്കെ ഒരു സംശയമൊക്കെ ഉണ്ടായി. അങ്ങനെ കാലം പിന്നെയും കുറെ കാലം കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അധികം താമസം വേണ്ടാന്ന് കണക്കാക്കി ആ കാലത്ത് ഭഗവാന്റെ തേജസ് വസുദേവരിലേക്ക് പ്രവേശിച്ചു. വസുദേവരിൽ കൂടി ആ മഹിമ, ഭഗവാന്റെ മഹിമ ദേവകി ഗർഭത്തിലേക്ക് പ്രവേശിച്ചു. ഭഗവാന്റെ ആ അംശം 8ാമത്തെ ഗർഭമായിട്ട് ദേവകിയുടെ ദേവകിയിൽ അങ്ങനെ വിളങ്ങി എന്നാ പറയുക. 8ാമത്തെ ഗർഭം ധരിച്ച് ദേവകീ ദേവി ഇരിക്കുന്ന സമയത്ത് ദേവകീ ദേവിയുടെ ആ ഒരു ഭഗവത് ഭാവം തന്നെ ഇങ്ങോട്ട് തേജസ്സാർന്നതായിട്ട് തീർന്നു. ദേവകി ആണെങ്കിലോ ഒന്നും പറയേണ്ട, ഭഗവാന്റെ ആ തേജസ് വന്നങ്ങനെ ഉള്ളിലിങ്ങനെ വികസിച്ച് വളർന്നു വരുന്ന സമയത്ത് സഭിഭ്രൽ പൗരുഷം ധാമ ഭ്രാജമാനോ യഥാരവി. നോക്കൂ, സൂര്യൻ ഉദിച്ച മാതിരിയുള്ള തേജസ്സാണ് ഈ ഗർഭത്തിൽ പുറപ്പെട്ട് വരുന്നത്. അപ്പൊ ദേവകീ ദേവി ഈ ഭഗവാന്റെ ഈ അംശം തന്റെ ഗർഭത്തിൽ പ്രവേശിച്ച സമയത്ത് സാധാരണഗതിയിൽ ഗർഭമൊക്കെ ഉണ്ടാവുമ്പം ക്ഷീണവും തളർച്ചയും ക്ലേശമൊക്കെയാണ് ഉണ്ടാവുക. വെച്ചാലും ഇവിടെ ദേവകീ ദേവി ഈ ഈശ്വരാംശത്തിന്റെ സാന്നിധ്യത്തിൽ നല്ലോണം തിളങ്ങി എന്നാ പറയുക. എങ്ങനെയാന്ന് ചോദിച്ചാൽ പറയും, സാ ദേവകീ സർവജഗൻ നിവാസ ഭൂത നിതരാം നരേജേ ഭോജേന്ദ്രഗേഹേഗ്നിശിഖേ വരുദ്ധാം സരസ്വതി ജ്ഞാനഖലേ യഥാസതി. അങ്ങനെ ഉണ്ടായത്. കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ നല്ല വെളിച്ചവും പ്രകാശമൊക്കെ ഉണ്ടായിച്ചാലും പുറത്തേക്കൊന്നും അറിഞ്ഞില്ല. എന്താ കാരണം എന്നാണെങ്കിൽ നമ്മൾ ഈ കലശത്തിന്റെ ഉള്ളിൽ ചരാത് കത്തിച്ച് ഉള്ളിൽ വെച്ച ഉള്ളിൽ നല്ല വെളിച്ചം ഉണ്ടാവുമെങ്കിലും പുറത്തേക്ക് അറിയില്ലല്ലോ. ആ മട്ടില് ഭഗവാന്റെ തേജസ് പുറം ലോകം അറിഞ്ഞില്ല വെച്ചാലും അവിടെയൊക്കെ നല്ലോണം പ്രകാശിച്ചു. കംസനാണെങ്കിൽ ഇടയ്ക്ക് ഈ കാരാഗ്രഹത്തിന്റെ മുമ്പിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഈ കാരാഗ്രഹത്തേക്ക് ഒന്ന് നോക്കും. ഈ കാരാഗ്രഹത്തേക്ക് നോക്കുമ്പം ദേവകീ ദേവിയുടെ ഈ അലൗകികമായ തേജസ്, ലോകത്ത് കാണാത്തതായ ഈ ഒരു പ്രകാശ സ്വരൂപം കണ്ടിട്ട് ഇങ്ങനെ ഒന്ന് വെപ്രാളപ്പെടും. കാരണം എന്താ ചോദിച്ചാൽ തന്നെ കൊല്ലാനുള്ളതാണോ എന്ന് വിചാരിച്ച് പരിഭ്രമിച്ചിട്ട് അങ്ങനെ കാലം പിന്നെയും മുമ്പിലേക്ക് പോയി. ഈ ഗർഭത്തിലിരിക്കുന്നതായ ഭഗവാന്റെ ഭാവം അവതരിക്കേണ്ട കാലമായി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിലേക്ക് അവതരിക്കാനായിട്ട് പുറപ്പെട്ട സമയത്ത് കംസനാണെങ്കിൽ ഓരോ ദിവസവും പേടിച്ച് അങ്ങനെ കഴിച്ചു കൂട്ടി. ഭഗവാൻ അവതരിക്കാനായിട്ട് ഇങ്ങനെ ആ കാലം അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കംസൻ എന്താണെന്നാണെങ്കിൽ ആസീന സംവിശൻ തിഷ്ഠൻ ഭുഞ്ചാന പര്യടൻ മഹീം. കംസൻ എങ്ങനെയുണ്ടായത്, എന്താ ഇപ്പൊ പറയുക, ആസീന ഇരിക്കുമ്പോഴും സംവിശന് വരുമ്പോഴും തിഷ്ഠന് നിൽക്കുമ്പോഴും ഭുഞ്ചാന കഴിക്കുമ്പോഴും പര്യടന് നടക്കുമ്പോഴൊക്കെ എന്തേ കണ്ടു, ഭൂമിയിൽ നടക്കുമ്പോഴൊക്കെ ചിന്തിച്ചത് ചിന്തയാനോ ഹൃഷീകേശം അപശ്യൽ തന്മയം ജഗൽ. എവിടെ നടക്കുമ്പോഴും ഭൂമിയിൽ സർവത്ര നടക്കുമ്പോഴും എന്തേണ്ടായത്, ചിന്തയാനോ ഹൃഷീകേശം ഭഗവാനെ തന്നെ ചിന്തിച്ച് ഭഗവത് ഭാവത്തെ മാത്രം ധ്യാനിച്ച് അപശ്യൽ തന്മയം ജഗൽ. സകല ദിക്കിലും ഈശ്വരസ്വരൂപം തന്നെ ആര് കണ്ടു? ഈ കംസൻ ഏതു വഴിയാ തന്നെ കൊല്ലാൻ ഭഗവാൻ വരിക എന്ന് നോക്കി ആ ഒരു ഈശ്വരമയമായിട്ട് പ്രപഞ്ചത്തെ കണ്ട് പേടിച്ച് നടന്നു എന്നാ പറയുക. അങ്ങനെ ഈ കംസൻ പേടിച്ച് നടക്കുന്ന സമയത്താണ് ഗർഭത്തിൽ പുറപ്പെട്ട ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിക്കാനായിട്ട് ഒരുങ്ങി. ഭഗവാൻ അവതരിക്കാൻ ഒരുങ്ങിയ സമയത്ത് ബ്രഹ്മാവും ഭഗവാൻ ശ്രീപരമേശ്വരനും നാരദാദി മഹർഷീശ്വരന്മാരും ദേവന്മാരും യക്ഷകിന്നര ഗന്ധർവ കിംപുരുഷ ചാരണ വിദ്യാധരാദികളായ കൂട്ടരും എല്ലാവരും ആകാശദേശത്ത് വന്ന് നിന്ന് ഭഗവാനെ സ്തുതിച്ചു. നമ്മൾ മുമ്പ് പറഞ്ഞു, ഭഗവാൻ അവതരിക്കുമ്പോൾ ആദ്യത്തെ സ്തുതി ബ്രഹ്മാവിന്റെ വകയാണ്. ബ്രഹ്മദേവൻ ആ ഭഗവാനെ നല്ലോണം അനുസരിച്ച് തൊഴുതു. എങ്ങനെ? സത്യവ്രതം. അങ്ങാരാണ്?
സാധാരണക്കാരനല്ല. അങ്ങയുടെ മഹിമ സാധാരണ ഉണ്ണിയൊന്നുമല്ല. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് എങ്ങനെ? സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം വ്രത സത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഹ. അങ്ങ് സത്യസ്വരൂപനാണ്. അങ്ങയുടെ ഈ സത്യസ്വരൂപത്തെ ഞങ്ങളിതാ സർവാത്മന ആശ്രയിക്കുകയാണ്. സത്വം രജസ് തമസ് എന്ന് പറഞ്ഞ 3 ജാതി ഗുണങ്ങളാണ് പ്രപഞ്ചത്തിൽ ഇരിക്കുന്നത്. ആ സത്വസ്വരൂപത്തിന്റെ ശുദ്ധമായ ഭാവത്തിൽ ശരീരം ധരിച്ച് ഭൂമിയിൽ വന്ന് ലോകത്തെ അനുഗ്രഹിക്കാനായിട്ട് പുറപ്പെട്ട അങ്ങയുടെ മഹിമ, ആ മഹിമകൾ കണ്ടും ചിന്തിച്ചും ജപിച്ചും നമസ്കരിച്ചിട്ടുമാണ് ഇനി ലോകർക്ക് നന്മയുണ്ടാവാൻ പോണത്. എങ്ങനെ? അങ്ങയുടെ നാമം ജപിച്ച് ശൃണ്വൻ ഗൃണൻ സംസ്മരയം ചിന്തയൻ നാമാനി രൂപാണി ച മംഗളാനി തേ. അങ്ങയുടെ മംഗളസ്വരൂപങ്ങളും മംഗളനാമങ്ങളും ജപിച്ചും നമസ്കരിച്ചും ക്രിയാസു യസ്ത്വച്ചരണാരവിന്ദയോ ആവിഷ്ടചേതാന ഭവായ കൽപ്പതേ. ഭഗവത്പരമായ പ്രവൃത്തികളിൽ മുഴുകി അതിലങ്ങോട്ട് ലയിച്ച് പുറപ്പെടണം കൂട്ടര്. ന ഭവായ കൽപ്പതേ. അവർക്ക് സംസാരക്ലേശങ്ങളും ദുരിതങ്ങളും ഇല്ല. അങ്ങനെയാണ്. എന്താ കാരണം? ഞങ്ങൾക്കൊക്കെ ഭാഗ്യം തന്നെ ഇനിയിപ്പോൾ പറയാനുള്ളൂ. എങ്ങനെ? ദിഷ്ട്യാ ഹരേസ്യാ ഭവതഃ പദോ ഭുവോ ഭാരോപനീതസ്തവ ജന്മനീശിതോ ദിഷ്ട്യാങ്കിതാം ത്വൽപദഗൈഃ സുശോഭനൈഃ ദ്രക്ഷ്യാമ ഗാം ദ്യാം ച തവാനുകമ്പിതാം. അതുകൊണ്ട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഭാഗ്യമാണ് ഇപ്പം ഉണ്ടാവാൻ പോണത്. എന്ത് ഭാഗ്യം! അങ്ങയുടെ ആ തൃപ്പാദം ഇപ്പം ഭൂമിയിൽ വന്ന് പതിയും. ഇവിടെയൊക്കെ അങ്ങ് ഓടിച്ചാടി നടന്ന് ഭൂമിയെ അനുഗ്രഹിക്കും, ലോകരെ അനുഗ്രഹിക്കും. അങ്ങനെ ഭൂമിയിലുള്ളവരും സ്വർഗത്തിലുള്ളവരും സകലദേശത്തുള്ളവരും അങ്ങയുടെ ആ പിഞ്ചുപാദങ്ങൾ ഈ ഭൂമിയിൽ പതിഞ്ഞ് ആ പാദമുദ്ര നോക്കി തൊഴുത് അങ്ങനെ സന്തോഷിച്ച് ഇനി ജീവിക്കും. എന്തേ ഇപ്പം പറയണ്ടു? അങ്ങ് ഇപ്പം എന്തിനാ ഭൂമിയിലേക്ക് വരണത്? നമ്മളൊക്കെ ഭൂമിയിൽ വന്നത് നമ്മുടെ പ്രാരബ്ധാദി കർമ്മങ്ങൾ അനുഭവിച്ച് തീർത്ത് പോവാനാണ്. പക്ഷെ അങ്ങ് ഭൂമിക്ക് വന്നത് അതിനൊന്നുമല്ല. എങ്ങനെ? നതേ ഭവസ്യേശ ഭവസ്യ കാരണം വിനാ വിനോദം ബത തർക്കയാമഹേ. അങ്ങെന്തിനാ ഭൂമിയിലേക്ക് വരണത്? അതല്ലേ പറഞ്ഞത്. നതേ ഭവസ്യേശ ഭവസ്യ കാരണം. അങ്ങ് ഭൂമിയിൽ വന്നത് പ്രാരബ്ധത്തിനൊന്നുമല്ല വന്നത്. എന്താ കാരണം? വിനാ വിനോദം ബത തർക്കയാമഹേ. ഒരു വിനോദം, ഒരു നേരം പോക്ക. അങ്ങക്കൊരു നേരം പോക്കായിട്ടാ ഇതൊക്കെ എടുക്കുക. ഒന്ന് മത്സ്യം ആയിക്കോട്ടെ എന്നൊരു അങ്ങൊരു നേരം പോക്കിന് ഇങ്ങോട്ട് പോരുക. നല്ലൊന്ന് കൂർമ്മ ആയിക്കോട്ടെ. എന്താ ഇവിടുന്ന് ഇങ്ങോട്ട് കണക്കാക്കണത്? അതാണ് അങ്ങയുടെ മഹിമ. നമ്മളൊന്നും അങ്ങനെ കണക്കാക്കിയിട്ട് വന്നവരൊന്നുമല്ല. നമ്മളിങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇവിടെ വന്ന് കണക്കാക്കിയത്. എന്താ കാരണം? പ്രാരബ്ധമുള്ള ദേഹാണ് ഇത്. അല്ലാതെ സ്വതന്ത്രമായിട്ടുള്ള സമ്പ്രദായത്തിൽ വന്നതല്ല. ഭഗവാനാണെങ്കിലോ അതിൻ്റെയൊക്കെ അപ്പുറത്ത് കർമാതീതനായ ഭഗവാനുണ്ടോ നമ്മുടെ മാതിരി പ്രാരബ്ധങ്ങള്? അതുകൊണ്ട് ഭഗവാനെ അടിയനൊരു പ്രാർത്ഥനയുള്ളൂ. ബ്രഹ്മാവും ഒപ്പം ദേവന്മാരും ചേർന്നിട്ട് തൊഴുതു. എന്നിട്ടോ പറഞ്ഞു, എന്തെന്തെല്ലാം പ്രകാരത്തിൽ അങ്ങ് ഭൂമിയിൽ വന്നു, ഏതേതെല്ലാം കാലത്ത് ഭൂമിയെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇന്നും ഇന്നലെ ഒന്നും അല്ലല്ലോ, എത്രയോ കാലമായിട്ട് അങ്ങ് എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയിൽ പലജാതി സമ്പ്രദായത്തിൽ വരണുണ്ട്. എന്നിട്ട് ലോകത്തിനെ അനുഗ്രഹിക്കണമുണ്ട്. അപ്പം അതുകൊണ്ട് അടിയൻ്റെ പ്രാർത്ഥന അതേ പ്രകാരത്തിൽ എങ്ങനെ ഇപ്പോഴും വേണം ഞങ്ങളെ അനുഗ്രഹിക്കുക. എങ്ങനെയാ വെച്ചാൽ മത്സ്യാശ്വകച്ഛപ. അങ്ങനെയാണ്. മത്സ്യാശ്വകച്ഛപ നൃസിംഹവരാഹംസ രാജന്യ വിപ്രവിബുധേഷു കൃതാവതാര ത്വം പാസിന സ്ത്രിഭുവനം ച യഥാധുനേശ ഭാരം ഭുവോ ഹര യദോത്തമ വന്ദനം ദേ. അത്രയേ ഉള്ളൂ. എന്താ അത്? മത്സ്യാശ്വകച്ഛപ നൃസിംഹവരാഹംസ രാജന്യ വിപ്രവിബുധേഷോ കൃതാവതാര ത്വം പാസിന സ്ത്രിഭുവനം ച യഥാധുനേശ ഭാരം ഭുവോ ഹര. ഭുവോ ഭാരം ഹര. ഭൂമിയുടെ ഭാരം അങ്ങ് തീർക്കണേ. എങ്ങനെ? പല കാലത്ത് മത്സ്യമായിട്ടും കൂർമായിട്ടും വരാഹായിട്ടും
നരസിംഹായിട്ടും വാമനനായിട്ടും പരശുരാമനായിട്ടും ശ്രീരാമനായിട്ടും എന്തെല്ലാം പ്രകാരത്തിൽ അങ്ങ് ലോകത്തിൽ വന്നു, ലോകത്തെ അനുഗ്രഹിച്ചു, ലോകർക്കൊക്കെ സന്തോഷം നൽകി, ലോകത്തിൻ്റെ ദുരിതങ്ങൾ തീർത്തു, സജ്ജനങ്ങൾക്ക് അല്ലേ ആ വലിയ 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 സജ്ജനങ്ങളായ യോഗീശ്വരന്മാർ എത്ര പേര് അങ്ങയുടെ തൃപ്പാദം ചെന്ന് ചേർന്നോ അവതാര മഹിമ കൊണ്ട്. അതുകൊണ്ട് പറയുകയാണ് അതൊക്കെ ഉണ്ടായി അങ്ങ് അനുഗ്രഹിച്ചു. അതേ പ്രകാരത്തിൽ അങ്ങ് എന്ത് ചെയ്യണം? ത്രിഭുവനം ച ഈ ത്രിലോകത്തിനെ യഥാ അധുന അതേ പ്രകാരത്തിൽ അധുന ഇപ്പോഴും വേണം ഈശ ഭഗവാനെ ഭാരം ഭുവോഹര ഭൂമിയുടെ ഭാരം തീർക്കണേ നാരായണ. യദുത്തമ യദുവംശത്തിന്റെ നാഥനായിട്ട് വന്ന് ലോകത്തെ അനുഗ്രഹിക്കാൻ പോണേ ഭഗവാനെ വന്ദനം തേ വന്ദിക്കുകയാണേ. അങ്ങോട്ട് നമസ്കരിച്ചു. അങ്ങനെ ഈ ഭഗവാനെ നമസ്കരിച്ച് വന്ദിച്ചതിൻ്റെ ശേഷം ഇത്രയും കൊണ്ട് ഭഗവാനെ തൊഴുതു. ഭഗവാനെ തൊഴുത് കഴിഞ്ഞിട്ട് പിന്നീട് ദേവകീ ദേവി അമ്മോടാണ് പറഞ്ഞത്, അമ്മേ ഭാഗ്യായി എന്നേ പറയണ്ടു. എന്തേ കാരണം? ദിഷ്ട്യാംബ അമ്മേ ഭാഗ്യം. ദിഷ്ട്യാംബതേ കുക്ഷികത പരഃപുമാൻ അംശേന സാക്ഷാൽ ഭഗവാൻ ഭവായന. അമ്മയുടെ ഗർഭത്തില് ത്രിലോകനാഥനായ ഭഗവാനാണ് വന്നിരിക്കുന്നത്. ലോകത്തെ അനുഗ്രഹിക്കാനായിട്ടാണ് ഭഗവാൻ വരുന്നത്. അതുകൊണ്ട് എന്ത് വേണ്ട? മാ ഭൂൽ ഭയം. എന്തിനു പേടി? പേടിക്കണ്ട. മാ ഭൂൽ ഭയം ഭോജപതേർ മുമൂർഷോഃ ഗോപതാ യദൂനാം ഭവിതാ തവാത്മജ. അതുകൊണ്ട് അമ്മ ഇനി ഒരാളെയും പേടിക്കേണ്ട, കംസനെയൊന്നും ലവലേശം പേടിക്കേണ്ട. എന്താ കാരണം? ഗോപത വരാൻ പോകുന്നത് ഗോപതാവാണ്, രക്ഷിതാവാണ്, ലോകത്തിന്റെ രക്ഷകനാണ് വരുന്നത്. യദൂനാം ഗോപത. യാദവ വംശത്തെ മാത്രമല്ല ഭഗവാൻ രക്ഷിക്കുക, ലോകത്തിന് മുഴുവനും രക്ഷകനായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞ് ഭഗവാന്റെ ആ ഗർഭഗതമായ ഭാവത്തെ ബ്രഹ്മാദി ദേവന്മാര് ആകാശദേശത്ത് വന്ന് നിന്ന് നല്ലോണം സ്തുതിച്ച് നമസ്കരിച്ചു. ആ സ്തുതി നമസ്കാരം ഗംഭീരായിട്ട് കഴിഞ്ഞു. ബ്രഹ്മാവ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണ്? ഭഗവാന്റെ അവതാരമാണ് ഉണ്ടാവാൻ പോകുന്നത്. ആ അവതാരം ഒന്ന് കണ്ടു തൊഴാനായിട്ട് ബ്രഹ്മാദി ദേവന്മാര് ഋഷീശ്വരന്മാര് എല്ലാവരും കാത്തിരിക്കുമ്പോഴാണ് ഭൂമിയിൽ എന്താ കഥ? അവതരിക്കുകയായി. അപ്പോഴല്ലേ കാലം തന്നെ അങ്ങോട്ട് മാറി. എങ്ങനെയാ മാറിയത്? കാലവും ദേശവും ഒക്കെ അതിൻ്റെ ഒരു വിശേഷത്തിലേക്ക് അങ്ങോട്ട് കടന്നു. സാമാന്യമായിട്ടുള്ള അവസ്ഥയല്ല, പ്രത്യേകമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് പുറപ്പെട്ടത്. അത് പറയും എങ്ങനെ ഭഗവാൻ വരികയായി എന്ന് കണ്ടപ്പോഴൊക്കെ അഥ സർവഗുണോപേത കാല പരമശോഭന യരിഹേവാജന ജന്മർക്ഷം ശാന്തർക്ഷഗ്രഹതാരകം ദിശ പ്രസേതുർഗഗനം നിർമ്മലോടുഗണോദയം മഹീ മംഗളഭൂയിഷ്ഠപുരഗ്രാമവ്രജാകരാഃ നദ്യഃ പ്രസന്നസലിലാഃ ഹൃദാജലരുഹശ്രിയഃ ദ്വിജാളികുലസന്നാദസ്തപകാ വനരാജയ വവൗവായോ സുഖസ്പരിശ പുണ്യഗന്ധവഃ ശുചി അഗ്നയശ്ച ദ്വിജാതീനാം ശാന്താ തത്ര സമിന്ധതാം മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാം അസുരദ്രുഹാം ജായമാനേ അജനേ തസ്മിന്നേതുർദുംദുഭയോ ദിവി ജഗോഃ കിന്നരഗന്ധർവാഃ തുഷ്ടുവുഃ സിദ്ധചാരണാഃ വിദ്യാധര്യശ്ച നൃതോ അപ്സരോഭിഃ സമം തദാ മുമുചുർമുനയോ ദേവാഃ സുമനാംസി മുദാന്വിതാഃ മന്ദം മന്ദം ജലധരാഃ ജഗർജോ അനുസാഗരം. ഭഗവാൻ പുറപ്പെടാനായിട്ട് ഒരുങ്ങി അവതരിക്കാനായിട്ട് തയ്യാറായിട്ട് വന്ന സമയത്തുണ്ടായ മഹിമയാണ് ഇപ്പം പറഞ്ഞത്. എങ്ങനെയാ പറഞ്ഞത്? അഥ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഈ അഥ എന്ന പ്രയോഗം ഈ നോക്കൂ, ഭഗവാന്റെ മഹിമ പറയുമ്പോഴാണ് ഈ അഥ എന്ന് പറഞ്ഞിട്ടുള്ള തുടക്കേ. അഥ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ പറയും അഥ ആരംഭേ, അഥ ആനന്ദര്യേ, അഥ മംഗളേ. ഇതിനൊക്കെ മംഗളാർത്ഥത്തിലും ആരംഭാർത്ഥത്തിലും ഇല്ലേ അനന്തരം എന്ന അർത്ഥത്തിലൊക്കെ എന്ത് പറയും? അഥ എന്ന് പറയും. ഇതൊക്കെ ഇവിടെ ചേരും.
മംഗളായിട്ടും ചേരും, ഇല്ല അനന്തരായിട്ടും ചേരും, എല്ലാറ്റിനും ചേരും ഭഗവാന്റെ ആ മഹിമ പുറപ്പെടുകയെ. അതായത് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചു പുറപ്പെടുകയി എന്ന് കണ്ടപ്പോഴേക്ക് തന്നെ എന്തേപ്പുണ്ടായത്? ലോകം മംഗളപരിപൂർണമായിട്ട് മംഗളായിട്ട് ഭവിച്ചു എന്ന് പറയും. എപ്പോഴേതുണ്ടായത്? അഥ സർവഗുണോപേത കാല പരമശോഭന. കാലം അതിൻ്റെ പരമമായ ശോഭയിലെത്തി എന്നാ പറയുന്നത്. എപ്പോഴാണ് ഈ പരമശോഭയിലെത്തിയത്? ഇനി ഇങ്ങനെ ഒരു ശോഭ കാലത്തിന് ഉണ്ടാവില്ല. അത്രയ്ക്ക് കേമായ ശോഭയിലാണ് കാലം ശോഭിച്ചത്. എങ്ങനെ? ജന്മർക്ഷം ശാന്തർക്ഷ ഗ്രഹതാരകം. ആ രോഹിണി നക്ഷത്രം അഷ്ടമി തിഥിയോട് കൂടിയിട്ട് ആകാശദേശത്ത് ഉദിച്ചുയർന്ന് പൊങ്ങി പുറപ്പെട്ട് വന്ന സമയത്ത് പ്രപഞ്ചത്തിൽ എന്തേണ്ടായത്? അതിലെ പറയുന്നത് കാലം പരമമായ ശോഭയിലേക്ക് പ്രവേശിച്ചു. എങ്ങനെയാ അതുണ്ടായത്? ഞാൻ കാലത്തിന്റെ പരമശോഭയാണ് ഇനി പറയുന്നത്. പറയും ദിശ പ്രസേദോ, ദിക്കുകളൊക്കെ അങ്ങോട്ട് തെളിഞ്ഞു. സമയം അർദ്ധരാത്രി സമയത്തൊന്നും ദിക്ക് തെളിയില്ല. നമുക്ക് അർദ്ധരാത്രി ദിക്കിലേക്ക് നോക്കിയാൽ മനസ്സിലാവുമോ? ഇരുട്ട് കൂരിരുട്ടല്ലേ ഉണ്ടാവുക. അതും മഴക്കാലം, അതും അർദ്ധരാത്രി, രണ്ട് മൂന്നും കൂടി ഇങ്ങോട്ട് ചേരുമ്പോഴൊക്കെ എന്താ ഉണ്ടാവുന്നത്? ഇല്ല, അതല്ലേ ഉണ്ടായത്. ആ കൂരിരുട്ടിന്റെ അർദ്ധരാത്രി മഴക്കാലത്തിന്റെ ശക്തിയിൽ എന്തേപ്പ പറയണ്ടോ? അന്ന് പക്ഷേ ആ ദിക്കുകളൊക്കെ വളരെ വിശിഷ്ടമായ രീതിയിൽ ശോഭിച്ചു. എന്താ കാരണം എന്നാണെങ്കിൽ, ഇന്നപ്പം ഇനി ശോഭിച്ചില്ല അച്ചാൽ പിന്നെ എന്നാണ് ഇപ്പം ഇനി ശോഭിക്കേണ്ടത്? ഇത്ര നല്ലൊരു സന്ദർഭത്തിലല്ലേ ശോഭിക്കേണ്ടത്? അങ്ങനെ ദിക്കുകളൊക്കെ ശോഭിച്ചിരിക്കുന്ന സമയത്താണ് ആകാശത്തേക്ക് നോക്കൂ. എങ്ങനെ? ഗഗനം നിർമ്മലോടുഗണോദയം. ആകാശത്തിലാണെങ്കിൽ നക്ഷത്രങ്ങളൊക്കെ തെളിഞ്ഞു മിന്നാൻ തുടങ്ങി. സാധാരണഗതിയിൽ മഴക്കാലത്ത് കൂരിരുട്ട് നിറഞ്ഞിരിക്കണേ ആ മഴക്കാലത്ത് കാർമേഘങ്ങളെ കൊണ്ട് ആകാശം മൂടി കെട്ടിക്കിടക്കണ സമയത്ത് നക്ഷത്രങ്ങളൊന്നും തെളിഞ്ഞു കാണാൻ പതിവില്ല. പക്ഷെ അന്ന് നല്ലോണം തെളിഞ്ഞു. കാരണം എന്താ ചോദിച്ചാലേ, ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ച് പുറപ്പെടുന്ന സമയത്ത് ഇത് തെളിഞ്ഞില്ല അച്ഛാ, ഇനിയിപ്പോൾ എന്നാത്ത് തെളിഞ്ഞിട്ട് കാര്യം? ഭഗവാന്റെ മുമ്പിലല്ലേ തെളിഞ്ഞ് മിന്നി നമസ്കരിക്കേണ്ടത്. അങ്ങനെ കന്യകമാര് ഭഗവാനെ താലപ്പൊലി ഏന്തിയിട്ട് സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കും പോലെ ആകാശദേശത്ത് നക്ഷത്ര കന്യകമാര് ഭഗവാനെ വരവേൽക്കാനായിട്ട് തയ്യാറായി അങ്ങനെ പ്രകാശം ചൊരിഞ്ഞ് തിളങ്ങി മിന്നി അങ്ങനെ നിന്നു. ആ സമയത്ത് ഭൂമിയിൽ എന്താ കഥ? ഭൂമിയിലല്ലേ കഥ? മഹീ മംഗളഭൂയിഷ്ഠപുരഗ്രാമവ്രജാകരാഹ. ഭൂമിയിലാണെങ്കിൽ സകല ദിക്കിലും മംഗളം തന്നെ. എവിടെ? പുരങ്ങളില്, പട്ടണങ്ങളില് വലിയ മംഗളം ഭാവങ്ങള് മാത്രല്ല, പുരങ്ങളില് മാത്രല്ല, ഗ്രാമങ്ങളില് വലിയ മംഗളകരമായ സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത്. നോക്കൂ, വ്രജങ്ങളിൽ പോലും ഭഗവാന്റെ പുറപ്പാടുണ്ടാവുക എന്ന് കണ്ടപ്പം വലിയ മംഗളാവസ്ഥകളാണ് ഉണ്ടാവുന്നത്. ഈ വ്രജങ്ങള് എന്ന് പറഞ്ഞാൽ പശുപരിപാലകന്മാരായ ഗോപാലന്മാര് താമസിക്കുന്ന കേന്ദ്രങ്ങളെയാണ് വ്രജങ്ങൾ എന്ന് പറയുക. ആ വ്രജങ്ങളിലൊന്ന് എന്തുണ്ടായി? സന്തോഷകരങ്ങളായ സംഭവങ്ങൾ ഉണ്ടായി. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോൾ അവതരിച്ച് പുറപ്പെടുന്ന ഭഗവാന്റെ ആ മഹിമ നാളെ മറ്റന്നാളായിട്ട് ഇനിയിപ്പോൾ എന്തുണ്ടാവും? ഈ ഗോപാലബാലന്മാരുടെ കൂടെ കൂടി ഓടിയും ചാടിയും പാടിയും കളിച്ചും ചിരിച്ചും രസിച്ചും ഗോപാലബാലന്മാർക്കൊക്കെ ഒരു ബഹുമാന്യതയായിട്ട് തീർന്നു. കൂടെ കൂടിയിട്ട് കാലിക്കോലും പിടിച്ചും ഓടിച്ചാടി നടന്ന് ഗോപാലബാലന്റെ ശരീരമപ്പോൾ ആപാദ ചൂടം നയനാഭിരാമം എന്ന് ഗോപാലബാലനാണ് ഞാൻ എന്ന നാട്യത്തിൽ ഇനി നാളെ പുറപ്പെടാൻ പോണേ ഭഗവാന്റെ ആ മഹിമ ആലോചിച്ചു നോക്കിയപ്പം ആ വ്രജങ്ങളിൽ പോലും സന്തോഷത്തിനൊരു കണക്കില്ലാത്ത മട്ടായിട്ട് തീർന്നു എന്ന് പറയും. മാത്രല്ല, നദ്യ പ്രസന്ന സലിലാഹ, പുഴകളൊക്കെ തെളിഞ്ഞൊഴുകി എന്നാ പറഞ്ഞത്. സാധാരണ ഈ മഴക്കാലത്ത് പുഴകളൊന്നും തെളിഞ്ഞൊഴുകില്ല, കലങ്ങിയിട്ടാ ഒഴുകുക. ചുമന്ന വെള്ളമല്ലേ പുഴയിലുണ്ടാവുക മഴക്കാലത്ത്. പക്ഷേ ഭഗവാന്റെ പുറപ്പാട് വന്ന സമയത്ത് കലങ്ങിയില്ല, ഒക്കെ തെളിഞ്ഞിട്ടാ ഒഴുകിയത്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടോ? നല്ലോണം തെളിഞ്ഞ ഹൃദയമുള്ള കൂട്ടർക്ക് ഇനിയിപ്പോൾ ഒഴുകി വരുന്ന മഹിമ ഭഗവാന്റെ ആ വലിയ മഹാമഹിമ കണ്ടാൽ മനസ്സിലാവുള്ളൂ എന്ന് സൂചിപ്പിക്കാനാവണം പുഴകളൊക്കെ അന്ന് തെളിഞ്ഞൊഴുകി. മാത്രല്ല, അപ്പുറത്തേക്ക് നോക്കൂ, ഹൃദയ ജലരുഹശ്രിയ, ആ തടാകങ്ങളിലൊക്കെ താമരപ്പൂക്കൾ അങ്ങോട്ട് വിടർന്ന് പരിലസിച്ച് നിൽക്കുകയാണേ. ശ്രദ്ധിക്കേണ്ടതാണ്.
അർദ്ധരാത്രിയാണ് സമയം. അർദ്ധരാത്രി സമയത്ത് താമരപ്പൂക്കൾ വിരിയണ പതിവൊന്നും ലോകത്ത് അങ്ങനെ ഒരു പതിവില്ല. എന്താ കാരണം? സൂര്യന്റെ പ്രകാശത്തിലേ താമരകൾ വിരിയാറുള്ളൂ. പക്ഷെ അന്ന് അർദ്ധരാത്രി സമയത്ത് താമരപ്പൂക്കൾ തടാകത്തിൽ നിറഞ്ഞ് വിരിഞ്ഞ് പരിലസിച്ച് നിന്നു. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടോ? സൂര്യനെ പോലും പ്രകാശിക്കാൻ ഏതൊരു ഭഗവാനാണോ പ്രകാശസ്വരൂപനായിട്ട് ഇരിക്കുന്നത്, ആ സൂര്യനാരായണമൂർത്തിയായ ഭഗവാൻ സവിത്രമണ്ഡല മധ്യവർത്തി നാരായണ സരസിജാസന സന്നിവിഷ്ട കേയൂരവാൻ മകരകുണ്ടലവാൻ ഗിരീടി ഹാരീ ഹിരൺമയവപോ ധൃതശംഖചക്ര. ആ സൂര്യനാരായണമൂർത്തി നേരിട്ട് വരുമ്പം സൂര്യനെ പ്രകാശിപ്പിക്കണത് ഈ ഭഗവാന്റെ മഹിമയാണ്. ആ മഹിമ നേരിട്ട് വരുന്ന സമയത്ത് പിന്നെ സൂര്യനെ കാത്തിരിക്കേണ്ട കാര്യം വല്ലതുണ്ടോ? ഭഗവാനെ കണ്ട് പുറപ്പെട്ടാൽ തൊഴിലല്ലേ വേണ്ടോ? അങ്ങനെ മനസ്സിരുത്തി. മാത്രല്ല, താമരപ്പൂക്കൾ പരസ്പരം അങ്ങടും ഇങ്ങടും പറഞ്ഞു. ഇതുവരെ നമുക്ക് ഇത്ര വലിയ യോഗ്യതയൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകൾ ഇങ്ങനെ കാണുമ്പോൾ കുളത്തിലെ പോവുക എന്ന് പറയുക എന്നല്ലാതെ കണ്ടൊരു മാന്യത, അത്ര വലിയൊരു കൊണ്ടാടലൊന്നും നമ്മൾക്ക് ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നാളെ മുതൽ നമ്മൾക്ക് വലിയ മഹിമ പ്രാധാന്യമൊക്കെ ഉണ്ടാവും. എന്താ കാരണം ചോദിച്ചാല്, ഭഗവാന്റെ മഹിമകള് പറയുമ്പം എന്ത് പറയും? ഭഗവാനെ കുറിച്ച് എന്ത് പറഞ്ഞാലും താമരപ്പൂവില്ലാതെ ആരെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഭഗവാനെ കുറിച്ച് പറയാൻ പറ്റുമോ? എപ്പോൾ ആര് പറഞ്ഞാലും നമഃ പങ്കജനാഭായ, നമഃ പങ്കജമാലിനേ, നമഃ പങ്കജനേത്രായ, നമസ്തേ പങ്കജാംഘ്രയേ. ഇതിൽ പേതാ താമരയില്ലാത്തതൊന്നുള്ളത്? അപ്പൊ നമുക്കൊക്കെ ഭഗവാന്റെ കൂടെ കൂടുക കാരണത്താൽ എന്ത് വന്നു? യോഗ്യത വന്നു. അതുകൊണ്ട് ആരും മറിഞ്ഞു നിൽക്കരുത്. വിരിഞ്ഞ് വിടർന്ന് തെളിഞ്ഞ് മിന്നി ചിരിച്ച് പുഞ്ചിരി തൂകി ഭഗവാന്റെ മഹിമകളെ കൊണ്ടാടിക്കോളൂ എന്ന് പറഞ്ഞിരിക്കെ ആ തടാകങ്ങളിലെ പൂക്കൾ സന്തോഷിച്ചും കൊണ്ടിരിക്കുമ്പം അപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കുക. വള്ളിക്കുടിലൊക്കെ എന്താ കാണുന്നത്? പൂങ്കുലകളിലൊക്കെ ദ്വിജാളികുല സന്നാദസ്തപക വനരാജയ. സ്തപകങ്ങൾ എന്ന് പറഞ്ഞാൽ പൂങ്കുലകളാണ്. കൊലകൊലയായിട്ട് പൂവുണ്ടാവില്ലേ? അതിനെയാണ് സ്തപകം എന്ന് പറയുക. ഇവിടെ ഇപ്പൊ എന്തേപ്പം ഉണ്ടായത്? ദ്വിജാളി കുലസന്നാദസ്തപക വനരാജയ. ആ പുഴയുടെ കരയിലൊക്കെ ഇരിക്കണ വള്ളിക്കുടിലൊക്കെ ഇരിക്കണ പൂവള്ളികളിലെ പൂങ്കൊലകളിലൊക്കെ വണ്ടുകൾ ഇങ്ങനെ ഇരുന്നിട്ട് മൂളി പറക്കുകയാണേ. വണ്ടുകൾ മൂളി പറക്കുകയല്ല, അതാ നമുക്കാണ് മൂള് എന്ന് തോന്നുന്നത്. അവര് മൂളലല്ല, അവരെ ഭഗവാന്റെ മഹിമ പാടി കീർത്തിക്കുകയാണ്. എന്തേ കാരണം? വണ്ടുകൾ പരസ്പരം പറഞ്ഞു, ഇതുവരെ നമ്മളെന്നും ആരും വില വെക്കാറില്ല. എല്ലാവരും എന്താ പറയുക? പ്രാണി 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 എന്നേ പറഞ്ഞിരുന്നത്. ഇനിയിപ്പോ പ്രാണിയൊന്നും അല്ല, നമുക്കൊക്കെ വില വന്നുകൂടി. എന്താ കാരണം? നാളെ മുതൽ ഇനി ഭഗവാൻ ഇവിടെ വന്ന് അവതരിച്ച് തുടങ്ങിയാലേ നമ്മളില്ലാതെ ഭഗവാനെ കുറിച്ച് ആരും പറയില്ല. നമ്മളെ കൊണ്ടാണ് ഭഗവാനെ ഉപമിക്കുക. എങ്ങനെ? വരുന്ന ഗോപാലനിതംബിനീനാം കരം പകർന്നാശു വിളങ്ങി കൃഷ്ണൻ വിരിഞ്ഞ പുഷ്പങ്ങളിലങ്ങോമിങ്ങും വിരഞ്ഞോ മണ്ടും ഒരു വണ്ടുപോലെ. ആരെ പോലെ? വണ്ടുപോലെ. കണ്ടു, വണ്ടോളെ പോലെ അത്രേ ഭഗവാൻ. ഗോപികയുടെ കയ്യിൽ നിന്ന് ഗോപികയുടെ കൈക്ക് ഇങ്ങനെ മാറി മാറി പോണ ഭഗവാനെ വണ്ടോളെ എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ നമുക്ക് പേരായില്ലേ? അതുകൊണ്ട് ആരും പിന്നാക്കം പോകരുത്. എല്ലാവരും എന്ത് ചെയ്തോളൂ? മുമ്പിക്ക് നിന്ന് നല്ലോണം തൊഴുതോളൂ ഭഗവാന്റെ മഹിമ. എങ്ങനെ? വണ്ടോള അവർക്ക് നിശ്ചല മാതിരി അവരുടെ മഹിമകള്. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ എന്ന മട്ടില് വണ്ടോളുടെ ഭാഷയിൽ ഭഗവാന്റെ നാമസങ്കീർത്തന ലഹരിയിൽ മുഴുകി ആഹ്ലാദി ഞങ്ങളുടെ അത്തിമ എന്തൊരു അത്യാഹ്ലാദാണ് ഈ വണ്ടോളൊക്കെ. അവരത്യാഹ്ലാദത്തോടു കൂടി പുറപ്പെട്ട സമയത്താണ് അപ്പുറത്ത് ഇപ്പൊ എന്തേ പറയണ്ടു? അറിയില്ല, ആരോ ഒരാൾ വന്നൊന്ന് തൊട്ട് തലോടി പോയില്ലോ. ആരെ ഇപ്പൊ ആ നാമജപത്തിന്റെ ഇടയ്ക്ക് തൊട്ട് തലോടി ഇതെന്നൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ആര്? വൗവായോ സുഖസ്പരിശ പുണ്യഗന്ധവഹ ശുചി. വായുദേവനാണ് വന്ന് ഒന്ന് എന്ത് ചെയ്തു? വൗവായു അടുത്തേക്ക് വന്ന് സുഖസ്പരിശം.
സുഖസ്പരിശം എന്ന് പറഞ്ഞാൽ ഒന്ന് സുഖമായ മട്ടിൽ ഒന്നങ്ങോട്ട് സ്പരിശിച്ചു, ഒന്ന് തൊട്ട് ഉണർത്തി പോവുകയുണ്ടായത്. അമർത്തി ഒന്നും ചെയ്തില്ല, ഒന്ന് തൊട്ട് തലോടി ഒന്ന് ഉണർത്തിയിട്ട് അങ്ങോട്ട് പോയി. എന്താ വെച്ചാൽ എങ്ങനെയാ വന്നത്? സുഖസ്പരിശം മാത്രല്ല, പുണ്യഗന്ധവഹ, ഒരു പുണ്യഗന്ധമായിട്ടാണ്, പുണ്യഗന്ധം വഹിച്ചും കൊണ്ടാ വന്നത്. പുണ്യഗന്ധം എന്നൊക്കെ പറഞ്ഞാൽ ഏതൊരു ഗന്ധമാണോ ഹൃദയത്തിൽ പരിശുദ്ധി പ്രകാശിപ്പിക്കുന്നത്, ആ ദിവ്യമായ പരിശുദ്ധമായ ഗന്ധത്തെ പരത്തിക്കൊണ്ട് വായുദേവൻ വന്ന് മെല്ലെ മെല്ലെ ഒന്ന് തട്ടു തലോടി എല്ലാവരും ഒന്ന് തൊട്ട് തലോടിയിട്ടാ പോണത്. എന്താ കാരണം? ഉറങ്ങിപ്പോവരുതേ, ഉറങ്ങിപ്പോവരുതേ. ഇനിയിപ്പോൾ വരാൻ പോണതായ മഹിമ കാണാൻ പുറപ്പെടുമ്പോൾ ഉറങ്ങിപ്പോയാൽ പിന്നെ അത് കാണാൻ പറ്റില്ലല്ലോ. നമ്മൾ ഈ വിഷുവിൻ്റെ എന്നൊക്കെ കണ്ടിട്ടില്ലേ, അമ്മ രാവിലെ കണി കാണാനായിട്ട് വിളിക്കണത്? വളരെ സാവകാശത്തിൽ വന്ന് വിളിച്ചോണർത്തി കൊണ്ടുവരും. ആരെ കാണാനാണ്? കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. ആ ഭഗവാനെ ആ സ്വരൂപത്തില് ഇപ്പൊ അതാ കാണാൻ പോവുകയാണേ. അപ്പൊ ആരും ഉറങ്ങരുത് കേട്ടോ, ഉറങ്ങരുത് കേട്ടോ എന്ന് എല്ലാ ദിക്കിലും ഓടിപ്പാഞ്ഞ് നടന്ന് എല്ലാരെയും തട്ടി ഉണർത്തി അറിയിക്കണോ വായുദേവൻ മന്ദമാരുതൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അഗ്നയശ്ച ദ്വിജാതീനാം ശാന്താ തത്ര സമിന്ധത, സജ്ജനങ്ങളുടെ ആ വിദ്വാൻമാരായ മഹാത്മാക്കളുടെ അഗ്നിഹോത്രാഗ്നികളൊക്കെ എന്തു ചെയ്തു? ശാന്തമായിട്ടൊന്ന് ജ്വലിച്ചു. കാരണം കംസന്റെ കഥ നേരെയായാൽ ലോകത്തിൽ യജ്ഞയാഗാദികളും ഹോമപൂജാദികളും ഒക്കെ വേണ്ട മാതിരി പ്രകാശിക്കൂലോ, ധർമ്മം വേദധർമ്മം നന്നായിട്ട് നടക്കൂലോ എന്ന് ആലോചിച്ചിട്ട് മാത്രല്ല എന്തേ ഉണ്ടായത്? മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാം അസുരദ്രുഹാം, സജ്ജനങ്ങളുടെ ഹൃദയത്തില് എന്തെന്നില്ലാത്തൊരു ആഹ്ലാദം ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ തിളങ്ങി മിന്നി. ആ ആഹ്ലാദത്തിന്റെ ശക്തിയൊന്നും പറയേണ്ട. എന്താ കാരണം? അവർക്കൊരു വല്ലാത്ത എന്താ ചോദിച്ചാൽ നിശ്ചയില്ല, എന്നാലും അവരുടെ ഹൃദയത്തിൽ ആ ആഹ്ലാദം ഇങ്ങനെ തെരതല്ലാണ്. അതാണ്ടായത്. മാത്രല്ല എപ്പോഴേത്? ജായമാനേ അജനേ തസ്മിൻ നേതുർ ദുന്ദുഭയോ ദിവി. ജായമാനേ അജനെ, ജന്മമില്ലാത്തവനായ ഭഗവാൻ ജനിക്കാനായിട്ട് പുറപ്പെട്ട സമയത്ത് എന്തെപ്പോ കേൾക്കണോ? ആകാശദേശത്ത് ദുന്ദുഭി വാദ്യങ്ങളൊക്കെ നല്ലോണം കൊട്ടിഘോഷിച്ചു. മാത്രല്ല വിശേഷം വേറെ ഉണ്ടായി. ജഗോ കിന്നര ഗന്ധർവാഹ, കിന്നരന്മാരും ഗന്ധർവന്മാരും ഭഗവാന്റെ കീർത്തനങ്ങൾ നല്ലോണം പാടി. തുഷ്ടുവു സിദ്ധചാരണാഹ, സിദ്ധന്മാരും ചാരണന്മാരും ഭഗവാനെ സ്തുതിച്ചു നമസ്കരിച്ചു. വിദ്യാധര്യശ്ച നമൃതോ അപ്സരോഭിസമം ദദ, വിദ്യാധരിമാര് അപ്സരസുകളുടെ കൂടെ കൂടിയിട്ട് ആകാശദേശത്ത് നിന്നിട്ട് ഭഗവാന്റെ ആ പുറപ്പാട് കൊണ്ടാടാനായിട്ട് നൃത്തം ചെയ്ത് കൊണ്ടാടിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ മുമുചുർമുനയോ ദേവാഹ സുമനാംസി മുദാന്വിതാഹ, ആകാശദേശത്തിരിക്കുന്ന ദേവന്മാര് ഋഷീശ്വരന്മാരോട് കൂടിയിട്ട് അങ്ങനെ വളരെ വിശേഷമായ രീതിയിൽ എന്ത് ചെയ്തു? നന്നായിട്ട് പുഷ്പാഞ്ജലി കഴിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ, 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 ഓം നമോ ഭഗവതേ വാസുദേവായ. യോഗീശ്വരന്മാരായ ഋഷീശ്വരന്മാര് ദേവന്മാരോട് കൂടിയിട്ട് ആകാശദേശത്ത് നിന്നിട്ട് ഭഗവാന് പുഷ്പാഞ്ജലി കഴിച്ച് നമസ്കരിച്ചും കൊണ്ടിരിക്കുന്നതായ ആ വിശിഷ്ടമായ മുഹൂർത്തത്തില് പ്രത്യേകമായിട്ട് പറയുകയാൽ മന്ദം മന്ദം ജലധരാഹ ജഗർജോ അനുസാഗരം, മേഘമാലകള് സമുദ്രത്തിന്റെ കൂടെ കൂടിയിട്ട് വളരെ സാവകാശത്തിൽ ഒന്ന് മുരണ്ടു. ഒച്ചയുണ്ടാക്കി ഇടിവെട്ടിയില്ല. എന്തേ കാരണം? മേഘത്തിനോട് പറഞ്ഞു, സമുദ്രം പറഞ്ഞു, സമുദ്രത്തിനോട് മേഘവും പറഞ്ഞു. നമ്മളൊക്കെ ഇനിയിപ്പോൾ നാളെ മുതൽ യോഗ്യന്മാരാവും. ഭഗവാൻ അവതരിച്ച് പുറപ്പെട്ട് വന്നാൽ ഭഗവാന്റെ പേര് പറയുമ്പോൾ നമ്മളെ കൂടാതെ പറയാൻ പറ്റില്ല. കാർമേഘവർണ്ണ കടൽ വർണ്ണ എന്ന് പറയില്ലേ? കാർമേഘത്തിനും കടലിനും യോഗ്യതയായി. അതുകൊണ്ട് നമ്മളൊക്കെ അതാ ഭഗവാന്റെ മുമ്പിൽ തൊഴുത് നമസ്കരിച്ചു
നമസ്കരിച്ച് നിൽക്കേണ്ടതാണ് എന്ന മട്ടില് പ്രപഞ്ചത്തില് സകലമാന ചരാചര ജീവികളും ചരാചരങ്ങൾ ജന്തുക്കളും മാത്രമല്ല സ്ഥാവരജംഗമങ്ങളായ പദാർത്ഥങ്ങളും ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകല പ്രതിഭാസങ്ങളും പ്രപഞ്ചത്തിൽ ഭഗവാന്റെ അവതാര പുറപ്പാടിനെ കാത്തിരുന്ന് അങ്ങനെ കൊണ്ടാടാനായിട്ട് പുറപ്പെട്ടിരിക്കുന്ന സമയത്ത് ആ വിശിഷ്ടമായ മുഹൂർത്തത്തിൽ പ്രപഞ്ചം തന്നെ ദിവ്യമായ ഭാവത്തോടു കൂടിയിട്ട് സർവഗുണോപേതമായി പ്രകാശിച്ചിരിക്കുന്ന സമയത്ത് ആ അർദ്ധരാത്രിയുടെ മൂർധന്യത്തില് കൂരിരുട്ട് നിറഞ്ഞതായ കാരാഗ്രഹത്തില് ആ മഴക്കാല കാർമേഘങ്ങൾ ഉണ്ടായി ഇരുട്ട് കണ്ണിൽ കുത്തിയാൽ കാണാത്ത ഇരുട്ടിരിക്കുന്നതായ ആ രാത്രിയില് ഭഗവാൻ അർദ്ധരാത്രി സമയത്ത് കാരാഗ്രഹത്തിന്റെ മധ്യത്തില് ദേവീസ്വരൂപിണിയായിട്ടുള്ള ദേവകീ ദേവിയില് എപ്രകാരത്തിലാണോ പൂർണ്ണചന്ദ്രൻ കിഴക്കേ ദിക്കിൽ ഉദിച്ചുയർന്ന് പ്രകാശിച്ച് ലോകത്തിന്റെ അന്ധകാരത്തെ ഇല്ലാതെ കണ്ടാക്കി സജ്ജനങ്ങളുടെ ഹൃദയത്തെ ആനന്ദപുളകിതമാക്കുന്നത്, അതേ പ്രകാരത്തില് ഭഗവാൻ ആ കാരാഗ്രഹത്തെ പ്രകാശമാനമാക്കുക മാത്രല്ല പ്രപഞ്ചത്തെ തന്നെ പ്രകാശിപ്പിച്ചുകൊണ്ട് ജന്മമില്ലാത്തവനായ ഭഗവാൻ, ജനിച്ചവനെ പോലെയുള്ളവനായ ഭഗവാൻ, ലോകത്തെ അനുഗ്രഹിക്കണവനെ പോലെ നടക്കണവനായ ഭഗവാൻ ആ ദേവകീ ദേവിയില് പ്രപഞ്ചരക്ഷകനായിട്ട് സകല ലോക പരിപാലകനായിട്ട് അങ്ങനെ അവതരിച്ചു പരീക്ഷിത്തെ.